അപ്പം നമ്മൾ ലോജിക് ഡിസൈൻ കഴിഞ്ഞു. അപ്പം നെക്സ്റ്റ് സബ്ജക്റ്റായ കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിലേക്കാണ് പോകുന്നത്. അപ്പം ഈ ഒരു സബ്ജക്റ്റിൽ നമുക്ക് ഫസ്റ്റ് തന്നെ പഠിക്കാനുള്ളത് മൾട്ടി പ്രോസസർ ആൻഡ് മൈക്രോ കമ്പ്യൂട്ടേഴ്സ്. ഈ മൈക്രോ കമ്പ്യൂട്ടർ ആണോ എന്നൊരു ഡൗട്ട്. അവർ മൾട്ടി കമ്പ്യൂട്ടർ ആണോ ഉദ്ദേശിച്ചത്? സോ ഞാൻ മൾട്ടി കമ്പ്യൂട്ടർ എടുക്കുന്നുണ്ട്. മൈക്രോ കമ്പ്യൂട്ടേഴ്സ് അധികം ഡീപ്പായിട്ടൊന്നും ചോദിക്കാനില്ല, അതുകൊണ്ട് ആ ഡൗട്ട് മെയിനായിട്ട് വരാൻ കാരണം. മൈക്രോ കമ്പ്യൂട്ടർ നമുക്ക് ജസ്റ്റ് പറയാം. പിന്നെ നെക്സ്റ്റ് ടോപ്പിക്കായ അസംബ്ലി ലാംഗ്വേജ്, അസംബ്ലർ ഡയറക്റ്റീവ്സ്. ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മളുടെ ഇത് ശരിക്കും പാരലൽ പ്രോസസ്സിങ്ങിൻ്റെ ഒക്കെ ഭാഗമായിട്ട് വരുന്ന ടോപ്പിക്കാണ് മൾട്ടി പ്രോസസർ ആൻഡ് മൾട്ടി കമ്പ്യൂട്ടേഴ്സ്. നമ്മൾ യുപിയിൽ വരുന്ന സാധനമാണ്. കാരണം ഇവിടെ ഏത് പ്രോസസ്സറൊന്നും അങ്ങനത്തെ കാര്യമൊന്നും അവർ സ്പെസിഫൈ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഇതിലായിട്ട് നിൽക്കുന്ന ഒരു ടോപ്പിക്കാണത്. പിന്നെ വരുന്ന ബാക്കി നമ്മുടെ മെയിൻ ശരിക്കും കമ്പ്യൂട്ടർ ആർക്കിടെക്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സെമി കണ്ടക്ടർ മെമ്മറി, അതിൻ്റെ ഇന്റേണൽ ഓർഗനൈസേഷൻ എങ്ങനെയാണ്, എസ് റാം, സ്റ്റാറ്റിക് റാം, ഡൈനാമിക് റാം, എസ് ടി റാം, റാം ബസ് മെമ്മറി, പിന്നെ റോം, ഇത്രയും കാര്യങ്ങൾ. പിന്നെ കാഷി മെമ്മറി, വെർച്വൽ മെമ്മറി. ഇനി അടുത്ത ലെവൽ ഓഫ് മെമ്മറിയിലേക്ക് പോവാണ് വർക്കിംഗ് ഓഫ് മാഗ്നറ്റിക് ഡിസ്ക് ആൻഡ് ടൈപ്സ്, ഒപ്റ്റിക്കൽ ഡിസ്ക്. പിന്നെ വേറൊരു ടോപ്പിക്കിന് ഇപ്പം ഇത്രയും പാർട്ട് നമുക്ക് മെയിനായിട്ട് മെമ്മറി തന്നെയാണ് പഠിക്കാനുള്ളത്. പിന്നെ ഇൻസ്ട്രക്ഷൻ സീക്വൻസിങ്, ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ, ഹാർഡ്വെയർ കൺട്രോൾ ആൻഡ് മൈക്രോ പ്രോഗ്രാം കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ്, മൈക്രോ ഇൻസ്ട്രക്ഷൻസ്, പൈപ്പ് ലൈൻ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം ഇതിലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കാഷി മെമ്മറി ആൻഡ് വെർച്വൽ മെമ്മറിയാണ്. ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഇങ്ങനെ റിപ്പീറ്റ് അടിച്ചും കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട്, അതായത് നമുക്ക് കുറച്ചും കൂടി നല്ല തറവായിരിക്കേണ്ട പോർഷൻ എന്ന് പറയുന്നത് കാഷി മെമ്മറി ആൻഡ് വെർച്വൽ മെമ്മറിയാണ്. ഈ ഒരു പാർട്ടിൽ നിന്ന് ഞാൻ കാര്യമായ ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടില്ല. എന്നാലും പോളിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കിയപ്പോൾ അതിലില്ല. ഒരു HSSTന്റെ ക്വസ്റ്റ്യനിൽ ഒരു അസംബ്ലറിനെ കുറിച്ചുള്ള ഒരു കാര്യം കണ്ടു. ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും നോക്കിയിട്ടില്ല. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ക്യൂസായിട്ട് ഇടാമെന്ന് വിചാരിച്ചതാണ്. എന്തായാലും നമ്മൾ ഏറ്റവും കൂടുതൽ സ്ട്രെസ് ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കേണ്ട പോർഷൻ എന്ന് പറയുന്നത് കാഷി മെമ്മറി, വെർച്വൽ മെമ്മറി എന്നുള്ള പോർഷനാണ്. ഇതിലൊക്കെ ഇതും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എസ് റാം, ഡി റാം, എസ് ടി റാം ഒക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഈ കാഷി മെമ്മറി, വെർച്വൽ മെമ്മറിയിലാണ് ഏറ്റവും എന്തായാലും ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കും എന്നുള്ള മട്ടിലാണ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ഫസ്റ്റ് സിലബസിലുള്ള ഫസ്റ്റ് ടോപ്പിക്സ് ആയ ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മൾട്ടി പ്രോസസർ, മൈക്രോ കമ്പ്യൂട്ടർ, അതിൻ്റെ കൂടെ തന്നെ മൾട്ടി കമ്പ്യൂട്ടറും ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ അസംബ്ലി ലാംഗ്വേജും അസംബ്ലർ ഡയറക്റ്റീവ്സുമാണ്. നമുക്ക് ടോപ്പിക്കിലേക്ക് നോക്കാം. ഫസ്റ്റ് ഞാൻ പറഞ്ഞത് നമുക്ക് എന്താ പഠിക്കാനുള്ളതെന്നാണ്. പഠിക്കാനുള്ളത് നമുക്ക് ഫസ്റ്റ് മൾട്ടി പ്രോസസർ, മൈക്രോ കമ്പ്യൂട്ടറിനാണ് സിലബസ് കിടക്കുന്നത്. മോസ്റ്റ്ലി നമുക്ക് ആ ഡിഫറൻസ് ചോദിക്കുന്നത് മൾട്ടി പ്രോസസർ ആൻഡ് മൾട്ടി കമ്പ്യൂട്ടേഴ്സ് ആണ്. സോ ഞാൻ മൾട്ടി കമ്പ്യൂട്ടർ ഇട്ടു. മൈക്രോ കമ്പ്യൂട്ടറിനെ കുറിച്ചിട്ട് കുറച്ച് ഡീറ്റെയിൽസ് എന്താണെന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു കാര്യം ഇട്ടിട്ടുണ്ട്. പിന്നെ ഉള്ളത് നമുക്ക് അസംബ്ലി ലാംഗ്വേജ് ആൻഡ് അസംബ്ലർ ഡയറക്റ്റീവ്സ് ആണ്. അപ്പം അസംബ്ലി അതിൽ തന്നെ നമുക്ക് ഇവിടെ പ്രോസസർ അവർ സ്പെസിഫൈ ചെയ്യുന്നൊന്നുമില്ല. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് അസംബ്ലർ ഡയറക്റ്റീവ്സ് ഏതാ എന്നുള്ള കാര്യം പഠിച്ചു നോക്കുക. പിന്നെ ഇതിൽ വരുന്നത് ഇതിൽ കാര്യമായിട്ട് അങ്ങനെ ചോദിച്ചില്ല, മെഷീൻ ഡിപ്പെൻഡഡ് ആണോ അങ്ങനത്തെ കാര്യങ്ങളാണ് അസംബ്ലറിനെ കുറിച്ച് ചോദിച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് മെമ്മറിയാണ് കവർ ചെയ്യേണ്ടത്. മെമ്മറിയിൽ തന്നെ അതിന്റെ ഇന്റേണൽ ഓർഗനൈസേഷൻ, അതായത് സെമി കണ്ടക്ടർ മെമ്മറിന്റെ ഇന്റേണൽ ഓർഗനൈസേഷൻ, എസ് റാം, ഡി റാം, എസ് ടി റാം, റാം ബസ് മെമ്മറി. പിന്നെ നെക്സ്റ്റ് അടുത്ത റാം കഴിഞ്ഞ് റോം ടെക്നോളജിനെ കുറിച്ചിട്ട്. പിന്നെയാണ് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഇതിൽ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ടോപ്പിക്സ് ആയ കാഷി മെമ്മറിയും വെർച്വൽ മെമ്മറിയും വരുന്നത്. ആണ് വളരെ ഇമ്പോർട്ടൻ്റ്. കാരണം ഇതിലാണ് നമുക്ക് കൺസെപ്റ്റും കുറെ കൂടെ അറിയേണ്ട ആവശ്യമുള്ളത്. നമ്മുടെ ക്വസ്റ്റ്യൻസിലൊക്കെ കുറെ റിപ്പീറ്റഡ് അടിച്ചിട്ടും കാര്യങ്ങൾ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്താണ് ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാഷിനെ കുറിച്ച് ചോദിച്ച കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതിലുള്ള പ്രോബ്ലംസ് അത് നമുക്ക് പഠിക്കാം കേട്ടോ. പിന്നെ നെക്സ്റ്റ് വരുന്ന അടുത്ത ടൈപ്പ് ഓഫ് മെമ്മറി, വർക്കിംഗ് ഓഫ് മാഗ്നറ്റിക് ഡിസ്ക് ആൻഡ് ടൈപ്പ്, ഒപ്റ്റിക്കൽ ഡിസ്ക്, ഇൻസ്ട്രക്ഷൻ. പിന്നെ നെക്സ്റ്റ് വേറെ ടോപ്പിക്ക്. അത് കഴിഞ്ഞ് മെമ്മറി നമ്മൾ വിടുന്നു. മെമ്മറിക്ക് ശേഷം ഇൻസ്ട്രക്ഷൻ സീക്വൻസിങ്, ഇൻസ്ട്രക്ഷന്റെ എക്സിക്യൂഷൻ, ഹാർഡ്വെയർ കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ്, മൈക്രോ പ്രോഗ്രാം കൺട്രോൾ ഇൻസ്ട്രക്ഷൻ, മൈക്രോ ഇൻസ്ട്രക്ഷൻസ്, പിന്നെ പൈപ്പ് ലൈനിങ്. ഈ ഒരു ഇത്രയും സാധനങ്ങളാണ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മൾട്ടി പ്രോസസർ, മൈക്രോ കമ്പ്യൂട്ടർ, മൾട്ടി കമ്പ്യൂട്ടർ, അസംബ്ലി ലാംഗ്വേജ് ആൻഡ് അസംബ്ലർ ഡയറക്റ്റീവ്സ് ആണ്. അപ്പൊ ഫസ്റ്റ് തന്നെ എന്താണ് മൾട്ടി പ്രോസസേഴ്സ് ആൻഡ് മൾട്ടി കമ്പ്യൂട്ടർ എന്നുള്ളത്.
നമുക്ക് ശരിക്കും ഇത് രണ്ടും വരുന്നത് പാരലൽ കമ്പ്യൂട്ടറിന്റെ ക്ലാസിഫിക്കേഷൻ ആയിട്ടാണ്. പാരലൽ കമ്പ്യൂട്ടറിന് അതിന്റെ ആർക്കിടെക്ചറിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് രണ്ട് തരത്തിലുള്ള സിസ്റ്റംസ് ആണ് ഉള്ളത്, രണ്ട് തരത്തിലുള്ള മോഡൽസ് ആണ് ഉള്ളത്. ഒന്ന് സിസ്റ്റം വിത്ത് ഷെയർഡ് കോമൺ മെമ്മറീസ്. നമ്മൾ ഈ ക്ലാസിഫൈ ചെയ്യുന്ന ആർക്കിടെക്ചറിനെ ബേസ് ചെയ്ത് ക്ലാസിഫൈ ചെയ്യുന്നത് പറഞ്ഞു, ഈ ആർക്കിടെക്ചറിൽ മെമ്മറി ഷെയർഡ് ആണോ അല്ലയോ എന്നുള്ളതിന്റെ ബേസിലാണ് ഈ ക്ലാസിഫിക്കേഷൻ നടത്തിയിരിക്കുന്നത്. നമ്മൾ എടുക്കുന്ന സിസ്റ്റം മെമ്മറി ഷെയർഡ് ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് മൾട്ടി പ്രോസസർ മോഡൽസ്. ഷെയർഡ് മെമ്മറീസ് ആണുള്ളതെങ്കിൽ അതിനെ മൾട്ടി പ്രോസസർ മോഡൽസ് എന്നാണ് പറയുന്നത്. ഇനി അതെല്ലാം മെമ്മറീസ് ഒന്നും ഷെയർഡ് അല്ല, ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഓരോ പ്രോസസറും അതിൻ്റെതായ മെമ്മറി കൊടുത്തു വെച്ചിരിക്കുകയാണെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്, മൾട്ടി കമ്പ്യൂട്ടർ മോഡൽസ് എന്ന് പറയുന്നത്. ഡിസ്ട്രിബ്യൂട്ടഡ് മെമ്മറി മൾട്ടി കമ്പ്യൂട്ടർ മോഡൽസ്, ഇനി ഷെയർഡ് മെമ്മറി മൾട്ടി പ്രോസസർ മോഡൽസ്. പാരലൽ കമ്പ്യൂട്ടേഴ്സിന് അതിന്റെ ആർക്കിടെക്ചറിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യാണ് രണ്ട് മോഡൽസ്, ഒന്ന് മൾട്ടി പ്രോസസർ മോഡലും നെക്സ്റ്റ് വൺ മൾട്ടി കമ്പ്യൂട്ടർ മോഡൽസും. മൾട്ടി പ്രോസസർ ആണെങ്കിൽ ഷെയർഡ് മെമ്മറി ആയിരിക്കും, മൾട്ടി കമ്പ്യൂട്ടർ ആണെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടഡ് മെമ്മറി ആയിരിക്കും. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് മൾട്ടി പ്രോസസർ മൾട്ടി കമ്പ്യൂട്ടറും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. പാരലൽ കമ്പ്യൂട്ടേഴ്സിന് ഷെയർഡ് മെമ്മറി ഉള്ളത് മൾട്ടി പ്രോസസർ ഷെയർഡ് മെമ്മറി അല്ല, ഡിസ്ട്രിബ്യൂട്ടഡ് മെമ്മറീസ് ആയിട്ടാണ് ഉള്ളതെങ്കിൽ അതിനെ നമ്മൾ മൾട്ടി കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നു. ഈ ഷെയർഡ് മെമ്മറി ഉള്ള മൾട്ടി പ്രോസസറിനെ നമ്മൾ പിന്നെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. മൾട്ടി പ്രോസസറിന്റെ മൂന്ന് ക്ലാസിഫിക്കേഷൻ ആണ്: യൂണിഫോം മെമ്മറി ആക്സസ്, നോൺ യൂണിഫോം മെമ്മറി ആക്സസ്, കാഷെ ഓൺലി മെമ്മറി ആർക്കിടെക്ചർ. യൂണിഫോം മെമ്മറി ആക്സസിന് UMA എന്നും നോൺ യൂണിഫോം മെമ്മറി ആക്സസിന് NUMA എന്നും കാഷെ ഓൺലി മെമ്മറി ആർക്കിടെക്ചർ ആണ് ടേം ആർക്കിടെക്ചർ ആണ്. ബാക്കി രണ്ടും ആക്സസ് ആണ്. ആർക്കിടെക്ചറിന് CMA എന്നും പറയുന്നു. എന്താണ് UMA നോക്കാം. UMAയിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഫിസിക്കൽ മെമ്മറിനെ നമ്മൾ ഉള്ള ഏത് വേർഡിനെ ആക്സസ് ചെയ്യാനും ഒരേ ടൈമാണ് എടുക്കുന്നതെങ്കിൽ അതിനെയാണ് എന്ന് പറയുന്നത് UMA എന്ന് പറയുന്നത്. യൂണിഫോം ആണ്, യൂണിഫോം മെമ്മറി ആക്സസ്. ഈക്വൽ ആക്സസ് ടു ഓൾ മെമ്മറി വേർഡ്സ് ആണെങ്കിൽ അതിലാണ് നമ്മൾ ഏത് വരുന്നത് UMA വരുന്നത്. ഈ ഒരു UMAന്റെ കേസിൽ ചിലപ്പോൾ പ്രൈവറ്റ് കാഷെ മെമ്മറീസ് ഉണ്ടാവും. അതായത് ഓരോ പ്രോസസറിനും അതിൻ്റെതായ കാഷെ മെമ്മറീസ് ഉണ്ടാവാം. ഇവിടെ എന്താണ് ഫിസിക്കൽ മെമ്മറീസ് ആണ് ഷെയർ ചെയ്തിരിക്കുന്നത്. ഫിസിക്കൽ മെമ്മറിയിലുള്ള എല്ലാ വേർഡ്സിനും ഒരേ ആക്സസ് ടൈം ആണെങ്കിൽ. ഇതിലെ പെരിഫറൽസിനെയും ഷെയർ ചെയ്യാൻ വേണമെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് മൾട്ടി പ്രോസസർ എന്ന് പറയുന്നത് ടൈറ്റ്ലി കപ്പിൾഡ് സിസ്റ്റം ആണ്. മൾട്ടി പ്രോസസർ എന്ന് പറയുന്നത് ടൈറ്റ്ലി കപ്പിൾഡ് ആണ്. ടൈറ്റ്ലി കപ്പിൾഡ് എന്ന് പറയാൻ കാരണം എന്താ, ഇവിടെ നമ്മൾ ഷെയർഡ് മെമ്മറിയാണ് യൂസ് ചെയ്യുന്നത്. എല്ലാ പ്രോസസറും ഈ മെമ്മറി ഷെയർ ചെയ്യുന്നത് അത് നമ്മളെ ഒരു എന്താ കണക്ഷൻ വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ടൈറ്റ്ലി കപ്പിൾഡ് എന്ന് പറയുന്നത്. ഈ ഷെയർഡ് മെമ്മറിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നിൽ കോമൺ ബസ്സോ ക്രോസ് ബാർ സ്വിച്ചസോ മൾട്ടി സ്റ്റേറ്റ് നെറ്റ്വർക്കോ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പ്രോസസറിനെയും മെമ്മറിനെയും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രോസസറും മെമ്മറിയും അല്ലെങ്കിൽ അത് പെരിഫറൽസിനെയും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നെങ്കിൽ ബസ്, ക്രോസ് ബാർ സ്വിച്ചസ്, മൾട്ടി സ്റ്റേറ്റ് നെറ്റ്വർക്ക് ഒക്കെ യൂസ് ചെയ്യാം. അപ്പം എന്താണ് UMA എന്ന് പറഞ്ഞാൽ UMAന്റെ ഫുൾ ഫോം യൂണിഫോം മെമ്മറി ആക്സസ്. എന്താ ഇതിലുള്ള പ്രത്യേകത? എല്ലാ മെമ്മറി വേർഡ്സിനെയും ആക്സസ് ചെയ്യാൻ ഒരേ ടൈമാണ് എടുക്കുന്നത്. എവിടെയുള്ള മെമ്മറി വേർഡ്സ് ആയാലും അതിനെല്ലാം ആക്സസ് ചെയ്യാൻ ഒരേ ടൈമാണ് എടുക്കുന്നത്. ഇവിടെ പ്രൈവറ്റ് ആയിട്ടുള്ള കാഷെ മെമ്മറീസ് ഉണ്ടാവാം, പെരിഫറൽസിനെയും വേണമെങ്കിൽ ഷെയർ ചെയ്യാം. പിന്നെ ഇതിനെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ക്രോസ് ബസ് സ്വിച്ചസോ കോമൺ ബസ്സോ മൾട്ടി സ്റ്റേറ്റ് നെറ്റ്വർക്കാണ് യൂസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, മൾട്ടി പ്രോസസർ എന്ന് പറയുന്നത് എന്താണ്, ഒരു ടൈറ്റ്ലി കപ്പിൾഡ് സിസ്റ്റം ആണ്. മൾട്ടി കമ്പ്യൂട്ടർ ലൂസ്ലി കപ്പിൾഡും ആണ്. അപ്പം എന്നോട് തന്നെ ഓർത്ത് വെക്കുക, മൾട്ടി കമ്പ്യൂട്ടേഴ്സ് ലൂസ്ലി കപ്പിൾഡ് ആണെങ്കിൽ മൾട്ടി പ്രോസസർ എന്താണ്, ടൈറ്റ്ലി കപ്പിൾഡ് ആണ്. പ്രത്യേകിച്ചും UMAയിൽ കൂടെ വളരെ ടൈറ്റ്ലി കപ്പിൾഡ് എന്ന് പറയും. ആർക്കിടെക്ചർ UMAയിൽ n നമ്പർ ഓഫ് നമ്മൾ ഇവിടെ ഒറ്റ കോമൺ മെമ്മറിയിലേ യൂസ് ചെയ്യുന്നേ. അപ്പം ഇത് തമ്മിലുള്ള ബന്ധം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മീൻസ് ഓരോരുത്തർക്കും ഓരോ മെമ്മറി അത് അതിൻ്റെതായ കാര്യം ചെയ്തു പോകുന്നല്ലോ. എല്ലാവരും ഈ ഒറ്റൊരു മെമ്മറിനെയാണ് ഷെയർ ചെയ്യുന്നത്. സോ ഇതിൽ ഫസ്റ്റ് ആര് റീഡ് ചെയ്യുന്നു റൈറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യമെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമല്ലേ. അതുകൊണ്ടാണ് അതിനെ ടൈറ്റ്ലി കപ്പിൾഡ് എന്ന് പറയാൻ കാരണം. ഓക്കെ, ഷെയർഡ് മെമ്മറി ഉണ്ട്, നമ്പർ ഓഫ് ഷെയർഡ് മെമ്മറി ഉണ്ട്, IO ഉണ്ട്. അതിനെയും വേണേൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇന്റർ കണക്ഷൻ മെക്കാനിസം വെച്ചിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ,
നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കേണ്ട ഒറ്റ കാര്യമാണ് ഈക്വൽ ആക്സസ് ടൈം ആണ് ഉള്ളതെങ്കിൽ മൾട്ടി പ്രോസസറിൽ എല്ലാ വേർഡ്സിനും മാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരേ ആക്സസ് ടൈം ആണ് ഉള്ളതെങ്കിൽ അതിനാണ് UMA എന്ന് പറയുന്നത്. ഇനി UMA മെയിൻ വളരെ സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മൾ ജനറൽ പർപ്പസ് ആൻഡ് ടൈം ഷെയറിംഗ് ആപ്ലിക്കേഷൻസിനാണ്. മെയിൻ ആയിട്ട് ഇത് പ്രോഗ്രാംസിനെ സ്പീഡ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു സാധനം എന്ന് പറയുന്നത് സീക്വൻസ് സിമെട്രി SMP സിസ്റ്റംസ് ആണ് ഇതിന്റെ എക്സാമ്പിൾസ്. സീക്വൻസ് സിമെട്രി ആൻഡ് SMP സിസ്റ്റംസ് ആണ് ഇതിന്റെ എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. വേറൊരു കാര്യം കൂടെ, ഈ മൾട്ടി പ്രോസസറിനെ തന്നെ വേറെ രണ്ട് ക്ലാസിഫിക്കേഷൻസ് പറയുന്നുണ്ട്. സിമെട്രിക് മൾട്ടി പ്രോസസർ സിസ്റ്റംസും അസിമെട്രിക് മൾട്ടി പ്രോസസർ സിസ്റ്റംസും. ഈ സിമെട്രിക് മൾട്ടി പ്രോസസർ സിസ്റ്റംസ് എന്ന് പറഞ്ഞാൽ all process have to access to all peripherals. ഇപ്പം നമുക്ക് എന്തുണ്ട്, ആ പ്രോസസ്സേഴ്സിനെല്ലാം OSും IO സർവീസസ് ഒക്കെ റൺ ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്. എല്ലാ പ്രോസസ്സറിനും ഈ ഒരു പെർമിഷൻ ഉണ്ടെങ്കിൽ, എക്സിക്യൂട്ടീവ് പ്രോഗ്രാംസിനെ റൺ ചെയ്യാനുള്ള പെർമിഷൻസ് ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള സിസ്റ്റംസിനെയാണ് എന്ത് പറയുന്നത്, സിമെട്രിക് മൾട്ടി പ്രോസസർ സിസ്റ്റംസ് എന്ന് പറയുന്നത്. എല്ലാ പ്രോസസ്സറിനും എന്തിനെ ആക്സസ് ചെയ്യാം, പെരിഫറൽസിനെ ആക്സസ് ചെയ്യാം, അതൊക്കെ. മിസ് കേൾക്കുന്നില്ല. വോയിസ് കട്ടായി മാം. മിസ് വോയിസ് പോയി. ഇപ്പൊ പോയതാണോ? ഇപ്പൊക്കെ വന്നോ? ഇപ്പൊ വന്നു. നെറ്റ്വർക്ക് എന്തോ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നുട്ടോ. ഓക്കെ, ഇവിടെ വെച്ചാണോ മിസ്സായത്? ഇത് കേട്ടോ, ഈ ഒരു സ്ലൈഡ് സിമെട്രിക് മൾട്ടി പ്രോസസർ സിസ്റ്റം ആൻഡ് അസിമെട്രിക് മൾട്ടി പ്രോസസർ എന്ന് പറഞ്ഞാല് എല്ലാ പ്രോസസ്സറിനും ഈ എക്സിക്യൂട്ടീവ് പ്രോഗ്രാംസിനെ റൺ ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെയാണ് സിമെട്രിക് മൾട്ടി പ്രോസസർ സിസ്റ്റംസ് എന്ന് പറയുന്നത്. എല്ലാ പ്രോസസ്സറിനും എന്ത് ചെയ്യാൻ പറ്റും, OSോ അല്ലെ IO ഡിവൈസ് ഡ്രൈവേഴ്സ് എല്ലാം റൺ ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്, സിമെട്രിക് മൾട്ടി പ്രോസസർ സിസ്റ്റംസ് എന്ന് പറയുന്നത്. ഇനി അസിമെട്രിക് ആണെങ്കിൽ ഒന്നെങ്കിൽ ഒരാൾക്ക് അല്ലെ ഒരു സബ്സെറ്റ് ഓഫ് പ്രോസസ്സേഴ്സിന് മാത്രമേ കേൾക്കുന്നില്ല. തരത്തിലുള്ള എക്സിക്യൂട്ടീവിനെയാണ് ഇത് പറയുന്നത് അസിമെട്രിക്. മാം അത് കേട്ടില്ല. കേട്ടില്ല? വോയിസ് സൗണ്ട് ബ്രേക്ക് ആവുന്നതാണല്ലേ? ഫുൾ ആയിട്ട് പോകുന്നുണ്ടോ? ഇടയ്ക്ക് പോകുന്നുണ്ട്, ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ട്. ആണോ? നെറ്റ്വർക്ക് ഇഷ്യൂ ആണല്ലോ. ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറയാം. സിമെട്രിക് സിസ്റ്റംസ് എന്ന് പറഞ്ഞാല് ഇതിലുള്ള പ്രോസസർ n നമ്പർ ഓഫ് പ്രോസസ്സേഴ്സ് ഉണ്ടെങ്കിൽ n നമ്പർ ഓഫ് പ്രോസസ്സേഴ്സിനും എന്തുണ്ട്, എക്സിക്യൂട്ടീവ് പ്രോഗ്രാംസിനെ റൺ ചെയ്യാനുള്ള പെർമിഷൻസ് ഉണ്ട്. എക്സിക്യൂട്ടീവ് പ്രോഗ്രാംസിന് OS അല്ലെ IO സർവീസ് റൂട്ടീൻസ് ഇതൊക്കെ റൺ ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടെങ്കിൽ അതിനെയാണ് അങ്ങനത്തെ എല്ലാവർക്കും ഉണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്, സിമെട്രിക് മൾട്ടി പ്രോസസർ സിസ്റ്റംസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനി അതല്ല, കുറച്ചു പേർക്ക് അല്ലെ ഒരാൾക്ക്, അത് ഒരു n നമ്പർ ഓഫ് സിസ്റ്റംസ് ഉണ്ടെങ്കിൽ അതിലെല്ലാവർക്കും നമുക്ക് എന്തില്ല, ഈ ഒരു എക്സിക്യൂട്ടീവ് പ്രോഗ്രാംസിനെ റൺ ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല, ഒരു സബ്സെറ്റിന് മാത്രമേ ഉള്ളൂ എങ്കിൽ അതാണ് ഏത്, അസിമെട്രിക് മൾട്ടി പ്രോസസർ സിസ്റ്റംസ്. അതിൽ തന്നെ നമ്മളിപ്പോ രണ്ട് കാറ്റഗറി വന്നല്ലോ, റൺ ചെയ്യാൻ പെർമിഷൻ ഉള്ളവര് പെർമിഷൻ ഇല്ലാത്തവരെന്ന് പറഞ്ഞ രണ്ട് കാറ്റഗറീസ് വന്നു. അങ്ങനെ റൺ ചെയ്യാൻ എക്സിക്യൂട്ടീവ് പ്രോഗ്രാംസിനെ റൺ ചെയ്യാൻ പെർമിഷൻ ഉള്ള ആൾക്കാരെയാണ് എന്ത് പറയുന്നത്, എക്സിക്യൂട്ടീവ് പ്രോസസ്സേഴ്സ് ഓർ മാസ്റ്റർ പ്രോസസ്സേഴ്സ് എന്ന് പറയുന്നത്. അസിമെട്രിക് സിസ്റ്റത്തില് ഈ എക്സിക്യൂട്ടീവ് പ്രോഗ്രാംസ് അതായത് OS അല്ലെങ്കിൽ IO സർവീസ് റുട്ടീന റൺ ചെയ്യാൻ പെർമിഷൻ ഉള്ള ആൾക്കാരെയാണ് എന്ത് പറയുന്നത്, എക്സിക്യൂട്ടീവ് പ്രോസസ്സേഴ്സ് ഓർ മാസ്റ്റർ പ്രോസസ്സേഴ്സ് എന്ന് പറയുന്നത്. ഇത് റൺ ചെയ്യാൻ പെർമിഷൻ ഇല്ലാത്ത ആൾക്കാർ, അതായത് മറ്റവരെ ഹെൽപ്പോടെ ചെയ്യുന്ന ആൾക്കാര്, ഡ്യൂട്ടീസ് എടുക്കുന്ന ആൾക്കാര്, അവരെയാണ് എന്ത് പറയുന്നത്, അറ്റാച്ച്ഡ് പ്രോസസ്സേഴ്സ് ഓർ AP. അറ്റാച്ച്ഡ് പ്രോസസ്സറിന് Aയും Bയും ആണ് അറ്റാച്ച്ഡ് പ്രോസസ്സേഴ്സ് എന്ന് പറയുന്നത്. അതിനെന്തില്ല, ഈ കപ്പാബിലിറ്റി ഇല്ല. ഈ മാസ്റ്റർ പ്രോസസ്സറിന്റെ ഒരു സൂപ്പർവിഷനിലാണ് ആര് വർക്ക് ചെയ്യുന്നത്, അറ്റാച്ച്ഡ് പ്രോസസ്സേഴ്സ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് മൾട്ടി പ്രോസസ്സേഴ്സിന് സിസ്റ്റത്തിൽ രണ്ട് കാറ്റഗറി ഉണ്ട്. ഏതിന്റെ ബേസിൽ, അവർക്ക് പെർമിഷൻ കിട്ടിയതിന്റെ ബേസിൽ. എക്സിക്യൂട്ടീവ് പ്രോഗ്രാംസ് റൺ ചെയ്യാൻ പെർമിഷൻ എല്ലാവർക്കും ഒരേ പെർമിഷനാണ് ഉള്ളതെങ്കിൽ
എക്സിക്യൂട്ടീവ് പ്രോഗ്രാംസ് റൺ ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടെങ്കിൽ അതിന് സിമെട്രിക് മൾട്ടി പ്രോസസർ സിസ്റ്റംസ് എന്നും, അല്ല ഒരു സബ്സെറ്റ് ഓഫ് പ്രോസസേഴ്സിന് മാത്രമേ എക്സിക്യൂട്ടീവ് പ്രോഗ്രാംസ് റൺ ചെയ്യാൻ പെർമിഷൻ ഉള്ളൂ എങ്കിൽ അതിന് അസിമെട്രിക് മൾട്ടി പ്രോസസർ സിസ്റ്റംസ് എന്ന് പറയുന്നു. ഈ റൺ ചെയ്യാൻ പെർമിഷൻ കിട്ടിയ ആൾക്കാരാ പ്രോസസേഴ്സിന് എക്സിക്യൂട്ടീവ് പ്രോസസേഴ്സ് ഓർ മാസ്റ്റർ പ്രോസസേഴ്സ് എന്ന് പറയുന്നു. പെർമിഷൻ ഇല്ലാത്ത, അതായത് ഇതിന്റെ സൂപ്പർവിഷനിൽ റൺ ചെയ്യപ്പെടുന്ന പ്രോസസേഴ്സിന് അറ്റാച്ച്ഡ് പ്രോസസേഴ്സ് എന്ന് പറയുന്നു. ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ നമ്മൾ UMA പറഞ്ഞു. UMAയിൽ എന്താ പറഞ്ഞേ? എല്ലാ മെമ്മറി വേർഡ്സിനെയും ആക്സസ് ചെയ്യാൻ, ഫിസിക്കൽ മെമ്മറിയിലുള്ള എല്ലാ മെമ്മറി വേർഡ്സിനെയും ആക്സസ് ചെയ്യാൻ ഒരേ ഒരേ ആക്സസ് ടൈം ആണ് എടുക്കുന്നതെങ്കിൽ അതിനെയാണ് UMA എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അടുത്തതാണ് നോൺ യൂണിഫോം മെമ്മറി ആക്സസ്, രണ്ടാമത്തെ മോഡല്, മൾട്ടി പ്രോസസറിൽ രണ്ടാമത്തെ മോഡല്. അപ്പൊ ഇവിടെയും ഷെയർഡ് മെമ്മറീസ് ഒക്കെ തന്നെയാണ്. ആക്സസ് ടൈം ഡിപ്പെൻഡ്സ് ഓൺ ദ ലൊക്കേഷൻ ഓഫ് മെമ്മറി. അതായത് ചുരുക്കി പറഞ്ഞാൽ മെമ്മറി വേർഡിന്റെ ആക്സസ് ആൻഡ് ടൈമിൽ ഡിഫറൻസ് ഉള്ള സിസ്റ്റംസ് ആണ് ഇത് നോൺ യൂണിഫോം മെമ്മറി ആക്സസ് എന്ന് മോഡൽസ് എന്ന് പറയുന്നത്. അപ്പം ആക്സസ് ടൈം എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? എവിടെയാണ് ഈ മെമ്മറി വേർഡ് ഉള്ളത്. നേരത്തെ UMAയിൽ എല്ലാ മെമ്മറി വേർഡ്സിനെ ആക്സസ് ചെയ്യും ഒരേ സമയമാണ് എടുക്കുന്നത്. ഇപ്പോൾ ഒരു മെമ്മറി വേർഡിനെ ആക്സസ് ചെയ്യാൻ 2 നാനോ സെക്കൻഡ് ആണ് എടുക്കുന്നതെങ്കിൽ എവിടെ നിന്ന് ആക്സസ് ചെയ്താലും നമുക്ക് UMA മോഡലാണെങ്കിൽ 2 നാനോ സെക്കൻഡ് തന്നെയേ വേണ്ടുള്ളൂ. അതേസമയത്ത് നോൺ യൂണിഫോം മെമ്മറി ആക്സസിലാണെങ്കിൽ ഈ വേർഡ് എവിടെ കിടക്കുന്നു, അതിന്റെ ലൊക്കേഷൻ എവിടെയാന്നുള്ളത് ഒരു മാറ്റർ ആണ്. ഏതില്? നോൺ യൂണിഫോം, യൂണിഫോം അല്ല എന്നർത്ഥം. അപ്പം ഇതിൽ തന്നെ നോൺ യൂണിഫോം NUMA തന്നെ 2 വേരിയേഷൻസ് ഉണ്ട്. ഒന്ന് NUMA ഷെയർഡ് ലോക്കൽ മെമ്മറീസ്, നെക്സ്റ്റ് വൺ ഹൈറാർക്കിക്കൽ ക്ലസ്റ്റർ മോഡൽ. ഈ NUMA ഷെയർഡ് ലോക്കൽ മെമ്മറീസിൽ ഈ ഷെയർഡ് മെമ്മറി എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്ട്രിബ്യൂട്ടഡ് അമംഗ് ഓൾ ദ പ്രോസസേഴ്സ് ആസ് ലോക്കൽ മെമ്മറീസ്. അപ്പൊ നമുക്ക് നേരത്തെ UMAയിൽ ഒരു ഷെയർഡ് മെമ്മറി ഉണ്ടെങ്കിൽ അത് ഷെയർഡ് മെമ്മറി ആയിട്ട് തന്നെ വേറെ കിടക്കുക ചെയ്യുന്നത്. ഈ പ്രോസസറിനെ ഒന്നും കൊടുത്തിട്ടില്ല, മീൻസ് തനിയെ തന്നെ കൊടുത്തിട്ടില്ല. പക്ഷെ ഇവിടെ എന്ത് ചെയ്തു? NUMAയിലെ ഒരു വേരിയേഷനില് ഈ പറയുന്ന ഷെയർഡ് മെമ്മറി ആണെങ്കിൽ കൂടി എല്ലാവർക്കും ആക്സസ് ചെയ്യാമെങ്കിൽ കൂടി ഈ മെമ്മറിനെല്ലാം ഓരോ പ്രോസസറിനായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ലോക്കൽ മെമ്മറീസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈച്ച് ഓഫ് ദ ലോക്കൽ മെമ്മറി സ്റ്റിൽ ആക്സസിബിൾ ബൈ ഓൾ ദ പ്രോസസർ. അപ്പം ഒരു P1 എന്ന് പറയുന്ന ഒരു പ്രോസസറിന് ഒരു മെമ്മറി കൊടുത്തിട്ടുണ്ട്, M1 എന്ന് പറയുന്ന ഒരു മെമ്മറി. P2ന് വേറൊരു മെമ്മറി കൊടുത്തിട്ടുണ്ട്, M2 എന്ന് പറയുന്ന മെമ്മറി. ഈ പ്രോസസറിന് എന്ത് ചെയ്യാം? ഈ ഒരു മെമ്മറിനെ ആക്സസ് ചെയ്യാം. അതേപോലെ ഇയാൾക്കും എന്ത് ചെയ്യാം? ഈ ഒരു മെമ്മറിനെ ആക്സസ് ചെയ്യാം, ബിക്കോസ് ഇറ്റ് ഈസ് ഷെയർ. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു മൾട്ടി പ്രോസസറിൽ മെമ്മറി ഷെയർഡ് ആണ്. നേരത്തെ UMAയിലാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു മെമ്മറി കിടക്കുമായിരുന്നു. ഇവിടെ എന്ത് ചെയ്തു? ലോക്കൽ ആയിട്ട് തന്നെ മെമ്മറി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കൊടുത്താൽ എന്ത് ചെയ്യും? ഇയാള് സ്വന്തം സാധനം എടുക്കുമ്പോൾ എടുക്കുന്ന ടൈമാണോ വേറൊരാൾ കയറി എടുക്കുമ്പോൾ ഉള്ള ടൈം വ്യത്യസ്തമായിരിക്കും. കാരണം ഇയാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വരണം ഈ ഒരു മെമ്മറി എടുക്കണമെങ്കിൽ, ഇല്ല എന്തെങ്കിലും സാധനം മാക്സ് ചെയ്യണം. അപ്പൊ സോ ഇതിന്റെ ആക്സസ് ടൈം എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ ആണോ? ഓക്കെ. ഇങ്ങനെയുള്ള ഇപ്പൊ നമുക്ക് കുറെ ലോക്കൽ മെമ്മറീസ് ഉണ്ടാവും. ഇതൊക്കെ എന്തുതന്നെയാണ്? ഒരു ഗ്ലോബൽ അഡ്രസ് സ്പേസ് ആണ്. അതിനിങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇതിനെ ആക്സസ് ചെയ്യാൻ ഇത് വളരെ ഫാസ്റ്റ് ആയിട്ട്, ലോക്കൽ മെമ്മറിനെ വളരെ ഫാസ്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ഇതൊരു റിമോട്ട് മെമ്മറി ആയിട്ട് വരുമ്പോൾ ഇതിനെ ആക്സസ് ചെയ്യാനുള്ള എടുക്കുന്ന ടൈം എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. ഈ ഒരു ആർക്കിടെക്ചറിനെ NUMAയിൽ നോൺ യൂണിഫോം മെമ്മറി ആക്സസ് മോഡലില് ലോക്കൽ ഷെയർഡ് മെമ്മറീസ് ആണ് യൂസ് ചെയ്യുന്നത്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇത് N ബട്ടർഫ്ലൈ എന്ന് പറയുന്ന ആർക്കിടെക്ചർ. അതാണ് നമ്മൾ അടുത്ത ഡയഗ്രാം. ഇവിടെ ഇതിൽ ഇമേജ് ഇടാൻ വിട്ടുപോയത് കേട്ടോ. ഇതിൽ ഇത്രയേ ഉള്ളൂ. ഈ ഒരു പ്രോസസർ ഉണ്ട്. പ്രോസസറിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പം നമ്മുടെ ഇതിന്റെ കേസില് ഇവിടെ ഒരു P1 എന്ന് പറയുന്ന സാധനം, അതിനുവേണ്ടി അസോസിയേറ്റുള്ള മെമ്മറിയാണ് ഇത് M1. ഇതൊരു P2, ഇതുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള മെമ്മറിയാണ് M2. ഇങ്ങനെ നമുക്ക് N നമ്പർ ഓഫ് പ്രോസസ്സേഴ്സ് ഉണ്ട്. അത് അതിന് അസോസിയേറ്റഡ് ആയിട്ട് അതിനൊരു ലോക്കൽ മെമ്മറി അസൈൻ ചെയ്തിട്ടുണ്ടാവും.
ഇനി ഇത് കൂടാതെ എന്ത് വേണം നമുക്ക്? ഈ ഒരു വേറൊരു പ്രോസസ്സറിന് ഇതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ, അതായത് ഈ P2ന് P1 ആയിട്ടുള്ള മെമ്മറിനെ M1നെ ആക്സസ് ചെയ്യണമെങ്കിൽ ഒരു ഇന്റർ കണക്ഷൻ നെറ്റ്വർക്ക് വേണം അല്ലെ? അപ്പൊ ഇത് ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടോ? ഇപ്പം ഫോർ എക്സാമ്പിൾ എനിക്ക് P1ന് ഈ M1 എന്ന് പറയുന്ന മെമ്മറിനെ ആക്സസ് ചെയ്യാൻ വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കും. അതേ സ്ഥാനത്ത് P2 എന്ന് പറയുന്ന പ്രോസസ്സറിന് ഈ മെമ്മറിയിലുള്ള ഒരു വേർഡിനെ ആക്സസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഡയറക്റ്റ് എടുക്കാൻ പറ്റുമോ? ഇല്ല. എന്ത് വേണം? ഈ ഒരു ഇന്റർ കണക്ഷൻ നെറ്റ്വർക്ക് വഴി വേണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അല്ലെ? ഇതൊരു ഇന്റർ കണക്ഷൻ നെറ്റ്വർക്ക് ആണ്. ഇത് വഴി വേണം എന്ത് ചെയ്യാൻ? ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. എങ്കിൽ മാത്രമേ ഇതിന് എന്ത് ചെയ്യുള്ളൂ? ഈ M2 അല്ലെ M1 ഡാറ്റനെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. P2ന് ഈ ഡാറ്റ കിട്ടണമെങ്കിൽ ആദ്യം ഇന്റർ കണക്ഷൻ നെറ്റ്വർക്കിലൂടെ എന്ത് വേണം? M1നെ ആക്സസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഇതിലുള്ള ഒരു വേർഡിനെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഈ ഒരാൾ എടുക്കുന്ന ടൈമിനേക്കാളും കൂടുതലായിരിക്കും എന്ത്? വേറൊരു അതർ പ്രോസസർ, റിമോട്ട് ആയിട്ടുള്ള വേറൊരു പ്രോസസർ ആക്സസ് ചെയ്യാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത്. അപ്പം ടൈമിൽ ആക്സസ് ടൈമിൽ വേരിയേഷൻ ഉണ്ടാവാന്നല്ല ഉണ്ടാവാം. ഇനി അടുത്ത ഒരു NUML വരുന്ന രണ്ടാമത്തെ ഒരു വേരിയേഷൻ ആണ് ഏത്? നേരത്തെ നമ്മൾ പറഞ്ഞു ഇതിൽ എന്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? ലോക്കൽ മെമ്മറീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് പുറമെ ഈ ഒരു ഹൈറാർക്കിക്കൽ ക്ലസ്റ്റർ മോഡലിൽ എന്തുണ്ടാവും? ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ഗ്ലോബൽ ഷെയർഡ് മെമ്മറിയും കൂടെ ഉണ്ടാവും. ഷെയർഡ് ആയിട്ടുള്ള ഗ്ലോബൽ ഷെയർഡ് മെമ്മറിയും കൂടെ ഉണ്ടാവും. അപ്പൊ ഇവിടെ ഒരു ഹൈറാർക്കി വരുന്നുണ്ട്. അപ്പം ഇതിലെ ആക്സസിൽ ഫസ്റ്റ് വൺ ഏറ്റവും കുറഞ്ഞ ആക്സസ് ടൈം ആയിരിക്കും മതി. ഇത് രണ്ട് സെറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. ഇതൊരു സെറ്റ്, ഇതൊരു വേറൊരു ഇന്റർ കണക്ഷൻ നെറ്റ്വർക്ക് വെച്ച് സെറ്റ് ചെയ്തിരിക്കുന്ന വേറൊരു സെറ്റ്. അപ്പം ഈ ഒരു കേസില് P എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സറിന് ഈ ക്ലസ്റ്ററിലുള്ള ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു മെമ്മറിനെ ഇല്ലേ? നല്ല പ്രശ്നമുണ്ട്, നല്ല ഇഷ്യൂ ഉണ്ടോ? ഇടയ്ക്കിടെ വോയിസ് ബ്രേക്ക് ആവുക. ഇപ്പം പിന്നെയും തുടങ്ങിയതാണോ? നേരത്തെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്? ഇപ്പൊ തുടങ്ങിയത്. അഷ്റഫ് സാറേ ആണോ? ഈ ഒരു സ്ലൈഡ് വന്നപ്പോഴാണോ വന്നത്? പ്രീവിയസ് സ്ലൈഡ് ഓക്കെ ആണോ? ഈ സ്ലൈഡ് തുടങ്ങി. ഓക്കെ, ഇത് ക്ലിയർ ആയിരുന്നു മിസ്സേ. ഹൈറാർക്കിക്കൽ വന്നപ്പോഴാ പ്രോബ്ലം. ഹൈറാർക്കിക്കൽ തൊട്ട് പറഞ്ഞു. ഇത് ക്ലിയർ അല്ലേ? യെസ് മിസ്. ഓക്കെ ശരി. അപ്പൊ ഹൈറാർക്കിക്കലില് നേരത്തെ നമ്മൾ ലോക്കൽ ആയിട്ടുള്ള മെമ്മറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഈ ഹൈറാർക്കിക്കൽ ക്ലസ്റ്റർ മോഡലിൽ നമുക്ക് പല ഹൈറാർക്കി ആയാണ് കൊടുത്തിരിക്കുന്നത് മെമ്മറി. ഒന്നൊരു ഗ്ലോബൽ ഷെയർഡ് മെമ്മറി ഉണ്ട്. പിന്നെ ഉണ്ട് നമുക്ക് ഇതൊരു ക്ലസ്റ്റർ C1 എന്ന് പറയുന്ന ക്ലസ്റ്റർ. ഇത് അടുത്ത ക്ലസ്റ്റർ. ഇവിടെ ഉള്ള ഒരു പ്രോസസ്സറിന് ഈ ക്ലസ്റ്ററിൽ തന്നെ ഉള്ള ഒരു മെമ്മറിനെ ആക്സസ് ചെയ്യാൻ പറ്റും. ഇതും മെമ്മറിയാണ്. ഈ GSM എന്ന് പറയുന്ന ഗ്ലോബലി ഷെയർഡ് മെമ്മറി, ഇത് ക്ലസ്റ്റർ ഷെയർഡ് മെമ്മറി. CSM എന്ന് പറയുന്ന ക്ലസ്റ്റർ ഷെയർഡ് മെമ്മറി. അപ്പൊ ഈ ഒരു പ്രോസസ്സറിന് ഇത് ആക്സസ് ചെയ്യാം അല്ലെ? ഈ ക്ലസ്റ്ററിൽ തന്നെ ഉള്ള ഒരു മെമ്മറിനെ ആക്സസ് ചെയ്യാം. ഇനി ഈ ഒരു P എന്ന് പറയുന്ന P1 പറഞ്ഞ പ്രോസസ്സറിന് എന്തും ചെയ്യാമെങ്കിൽ ഈ ഒരു ഗ്ലോബൽ ഇന്റർ കണക്ഷൻ നെറ്റ്വർക്ക് വഴി ഇപ്പുറത്തെ ക്ലസ്റ്ററിലുള്ള ഒരാളെ വേണമെങ്കിലും ആക്സസ് ചെയ്യാം. CSM ഈ മെമ്മറിനെ വേണമെങ്കിലും ആക്സസ് ചെയ്യാം അല്ലെ? ഇനി അതല്ല ഈ ഒരു മെമ്പറിനെ വേണമെങ്കിലും ആക്സസ് ചെയ്യാമല്ലോ അല്ലെ? ഗ്ലോബൽ ഇന്റർ കണക്ഷൻ നെറ്റ്വർക്ക് വഴി ഈ ഒരു മെമ്മറിനെ വേണമെങ്കിലും ആക്സസ് ചെയ്യാം. ഇവിടെ ഇത്രയും ഓപ്ഷൻസ് ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ആക്സസ് ടൈമിൽ നല്ലൊരു വേരിയേഷൻസ് വരുന്നുണ്ട്. ഈ ഒരു വിത്തിൻ എ ക്ലസ്റ്റർ, അതായത് അതിന്റെ ലോക്കൽ മെമ്മറിനെയാണ് ആക്സസ് ചെയ്യുന്നതെങ്കിൽ, ഒരു ക്ലസ്റ്ററിലുള്ള മെമ്മറിനെ തന്നെയാണ് ആക്സസ് ചെയ്യുന്നതെങ്കിൽ അത് വളരെ ഫാസ്റ്റർ ആയിരിക്കും. ഇനി അതല്ല അത് ആക്സസ് ചെയ്യുന്ന ഗ്ലോബൽ ഷെയർഡ് മെമ്മറിനെ ആണെങ്കിൽ മറ്റേതിനേക്കാളും ലോക്കലി ആക്സസ് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ സ്ലോവർ ആയിരിക്കും. ഇനി അതല്ല ഇത് ആക്സസ് ചെയ്യുന്നത് വേറൊരു ക്ലസ്റ്ററിൽ കിടക്കുന്ന മെമ്മറി ആണെങ്കിൽ എന്ത് ചെയ്യണം? ഇത് ആദ്യം ഈ ഒരു ഇന്റർ കണക്ഷൻ നെറ്റ്വർക്കിന്റെ പാസ് ചെയ്യണം, മെസ്സേജ് മീൻസ് ആക്സസ് ചെയ്യണം. അതിനുശേഷം ഇതിനെ ആക്സസ് ചെയ്യണം.
അതിനുശേഷം ഇതിനെ ആക്സസ് ചെയ്യണം. അപ്പൊ ഇതിലുള്ള ടൈം ഡിലേ എന്ന് പറയുന്നത് വളരെ സ്ലോ കൂടുകയും വരികയാണ് ചെയ്യുന്നത്. അത് സ്ലോ ആയിരിക്കും ഈ ഒരു ആക്സസ് നടക്കുന്നത്. നമുക്ക് 3 ആക്സസ് പാറ്റേൺസ് ആണ് അതുകൊണ്ട് തന്നെ ഉള്ളത്. ഏറ്റവും ഫാസ്റ്റസ്റ്റ് എന്ന് പറയുന്നത് ലോക്കൽ മെമ്മറി ആക്സസ്, അതായത് വിത്തിൻ ദ ക്ലസ്റ്റർ. കുറച്ചുകൂടി സ്ലോ ആയിട്ട് വരുന്നത് ഏതാണ്? ഗ്ലോബൽ മെമ്മറി ആക്സസ്. ഏറ്റവും ഡിലേ വരുന്ന കേസ് ഏതാണ്? റിമോട്ട് മെമ്മറി ആക്സസ്. അത് ഒരു ക്ലസ്റ്ററിൽ നിന്ന് വേറൊരു ക്ലസ്റ്ററിലുള്ള മെമ്മറിനെ ഫസ്റ്റ് ക്ലസ്റ്ററിലുള്ള ഒരു പ്രോസസറിനെ ആക്സസ് ചെയ്യണമെങ്കിൽ അതായിരിക്കും ഏറ്റവും സ്ലോവസ്റ്റ് ആയിട്ടുള്ള ആക്സസ്. ഇത് ഓക്കെ ആണോ? എന്താ GSM എന്ന് പറഞ്ഞാൽ ഗ്ലോബലി ഷെയർഡ് മെമ്മറി. G ഫോർ ഗ്ലോബൽ, C ഫോർ ക്ലസ്റ്റർ, C ഫോർ ക്ലസ്റ്റർ. മിസ്സേ, നേരത്തെ ഷെയർഡ് ലോക്കൽ മെമ്മറി പറഞ്ഞതില് ക്ലസ്റ്റർ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റേ ഇല്ല. ഇതിലാണോ ക്ലസ്റ്റർ ആദ്യമായിട്ട്? ഇതിലാണ് ക്ലസ്റ്റർ മീൻസ് അതിൽ നമ്മളിങ്ങനെ ഓരോ ഗ്രൂപ്പ് ആക്കിയിട്ട് അങ്ങനെ വെച്ചിട്ടില്ലല്ലോ. ഇവിടെയാണല്ലോ അങ്ങനെ വന്നത്. കാരണം ഇതിനൊരു ഇന്റർ കണക്ഷൻ നെറ്റ്വർക്ക്, ഇതിന് വേറൊരു ഇന്റർ കണക്ഷൻ നെറ്റ്വർക്ക് അല്ലേ. നേരത്തെ ഒരു സിംഗിൾ ക്ലസ്റ്റർ ആയിരുന്നു. നമ്മൾ അങ്ങനെ എടുക്കുവാണെങ്കിൽ അതൊരു സിംഗിൾ ക്ലസ്റ്റർ ആണ്. ഇവിടെ അത് മൾട്ടിപ്പിൾ ക്ലസ്റ്റേഴ്സ് വരുന്നു. കാരണം ഒരു ക്ലസ്റ്റർ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളെ പ്രോസസർ, മെമ്മറി, അതിനെ കണക്ട് ചെയ്യാൻ വേണ്ടി ഇന്റർ കണക്ഷൻ നെറ്റ്വർക്ക്, പിന്നെ പെരിഫറൽസിനെ പെരിഫറൽസ്. നെക്സ്റ്റ് അടുത്തത് കേഷ് ഓൺലി മെമ്മറി ആർക്കിടെക്ചർ. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു ടേം ആർക്കിടെക്ചർ ആണ്. നമ്മളോട് ചോദിക്കാനുള്ള ഇങ്ങനത്തെ കാര്യങ്ങൾ തന്നെ നമുക്ക് പറയുമ്പോൾ ഇതിന്റെ എബ്രിവേഷൻ എന്താ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. സോ ഈ ആർക്കിടെക്ചർ എന്നുള്ള കാര്യം ഓർത്ത് വെക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞ ഫിസിക്കൽ മെമ്മറിന്റെ കേസ് ആയിരുന്നു. ഇവിടെ എന്താണ് ഈ ഒരു മൾട്ടിപ്രോസസർ സിസ്റ്റത്തിൽ ഇവിടെ എന്താ യൂസ് ചെയ്യുന്നത്? ഈ ടേമിൽ തന്നെ, പേരിൽ തന്നെ വന്ന ഒരു കാര്യമാണ് കേഷ് ഓൺലി ആണ്. അപ്പൊ മൾട്ടിപ്രോസസർ യൂസിങ് കേഷ് ഓൺലി മെമ്മറി ആണെങ്കിൽ അതാണ് ഏത് വരുന്നത്? കേഷ് ഓൺലി മെമ്മറി ആർക്കിടെക്ചർ. നോ മെമ്മറി ഹൈറാർക്കി അറ്റ് ഈച്ച് പ്രോസസർ നോഡ്സ്. നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ ഹൈറാർക്കി ഒന്നുമില്ല. എല്ലാ കേഷും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഗ്ലോബൽ അഡ്രസ് സ്പേസ് ആണ് കൊടുക്കുന്നത്. നേരത്തെ നമ്മൾ ഷെയർഡ് മെമ്മറിയിൽ പറഞ്ഞ എന്ത് വ്യത്യാസം വന്നു? ഇവിടെ കേഷ് എന്നുള്ള ഒരു വ്യത്യാസം വന്നു. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടെ ഉണ്ട്. ഇവിടെ ഡയറക്ടറി ഉണ്ട്. കാരണം നമുക്ക് ഇവിടുന്ന് ഉള്ള ഒരു പ്രോസസറിനെ, ഈ ഒരു ഇതിലുള്ള പ്രോസസറിനെ ഇപ്പുറത്തുള്ള കേഷിനാണ് ആക്സസ് ചെയ്യണമെങ്കിൽ ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? നമ്മൾ ഡയറക്ടറി എന്ന് പറയുന്ന സാധനം നോക്കാൻ വേണ്ടിയിട്ട്, ഇതിനെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. കാരണം കേഷിലെ കണ്ടന്റ് മുഴുവൻ ആക്സസ് ചെയ്തിട്ട് എനിക്ക് വേണ്ട ഡാറ്റ ഇതിലുണ്ടോ ഇല്ലയോ നോക്കുന്നതിന് പകരം നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഡയറക്ടറീസ് യൂസ് ചെയ്യാം. ഈ ഒരു ആർക്കിടെക്ചറിൽ എന്തും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്? ഒരു ഡയറക്ടറിയും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. റിമോട്ട് കാഷി ആക്സസ് ഈസ് അസിസ്റ്റഡ് ബൈ ദ ഡിസ്ട്രിബ്യൂട്ടഡ് കാഷി ഡയറക്ടറീസ്. റിമോട്ട് ആയിട്ട്, റിമോട്ട് എന്ന് പറഞ്ഞാൽ വേറൊരാള് അല്ലെ, വേറൊരു ആള് ആക്സസ് ചെയ്യുമ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഡിസ്ട്രിബ്യൂട്ടഡ് കാഷി ഡയറക്ടറീസ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞത് ഒന്ന് പറഞ്ഞത് പാരലൽ കമ്പ്യൂട്ടറിന് അതിന്റെ ആർക്കിടെക്ചറിന്റെ ബേസിൽ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഒന്ന് UMA, രണ്ടാമത്തത് NUMA. മൾട്ടി പ്രോസസർ സിസ്റ്റംസ് എന്നും രണ്ടാമത്തത് മൾട്ടി കമ്പ്യൂട്ടർ സിസ്റ്റംസ് എന്നും. മൾട്ടി പ്രോസസർ സിസ്റ്റത്തിൽ നമ്മൾ 3 വേരിയേഷൻസ് പറഞ്ഞു: UMA, NUMA, COMA. UMAയില് എല്ലാ വേർഡ്സിനെയും ആക്സസ് ചെയ്യാൻ ഈക്വൽ ആക്സസ് ടൈം ആണെങ്കിൽ അതാണ് UMA. NUMAയിൽ എന്തായിരിക്കും? ഈക്വൽ അല്ല ആക്സസ് ടൈം വേരി ചെയ്യുകയാണെങ്കിൽ അതാണ് ഏത്? NUMA. NUMA തന്നെ നമ്മൾ 2 വേരിയേഷൻസ് പറഞ്ഞു. ഒന്ന് ഷെയർഡ് ആയിട്ടുള്ള ലോക്കൽ മെമ്മറീസ് ഉണ്ട്. അത് ഓരോ പ്രോസസ്സും അതിൻ്റെതായ ലോക്കൽ മെമ്മറീസ് കൊടുത്തിട്ട് ഉള്ളൊരു വേരിയേഷൻ. അപ്പം റിമോട്ട് പ്രോസസറിന്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള മെമ്മറി ആക്സസ് ചെയ്യാൻ എന്തായിരിക്കും? ടൈം കുറച്ചും കൂടെ വേണ്ടി വരും എന്നുള്ളത്. ഇനി ഹൈറാർക്കിക്കൽ ആണെങ്കിൽ അവിടെ ഈ ഓരോ പ്രോസസറിനും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഓരോ ക്ലസ്റ്റേഴ്സ് ആണ് നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് എന്ത് വരും? ലോക്കൽ മെമ്മറി ആക്സസ് ഉണ്ടാവും, റിമോട്ട് മെമ്മറി ആക്സസ് ഉണ്ടാവും, ഗ്ലോബൽ മെമ്മറിനെ ആക്സസ് ചെയ്യും. ഇത് തമ്മിൽ ഇതിന്റെ ആക്സസ് പാറ്റേണിൽ ഡിഫറൻസ് ഉണ്ട് അല്ലെ. ലോക്കൽ മെമ്മറി നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാം. കുറച്ചുകൂടി ഡിലേ വരുന്നതാണ് ഇത് ഗ്ലോബൽ മെമ്മറി ആക്സസ്. കൂടുതൽ ടൈം എടുക്കുന്ന സാധനം എന്ന് പറയുന്നത് ഏതാണ്? റിമോട്ട് മെമ്മറി ആക്സസ്. പിന്നെ നമ്മൾ പറഞ്ഞ മൾട്ടി പ്രോസസറിൽ റിമോട്ട് എന്ന് പറയുന്നത് ഒരു ക്ലസ്റ്ററിൽ നിന്ന് നെക്സ്റ്റ് ക്ലസ്റ്ററിലേക്കുള്ളതാണ്, വേറൊരു ക്ലസ്റ്ററിലുള്ള. ഇയാളെ സംബന്ധിച്ചിടത്തോളം റിമോട്ട് ആണല്ലോ. പിന്നെ നമ്മൾ പറഞ്ഞ സിമെട്രിക് സിസ്റ്റം എന്താണ്, അസിമെട്രിക് സിസ്റ്റം എന്താണ്? സിമെട്രിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എല്ലാ പ്രോസസറും
നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സിക്യൂട്ടീവ് പ്രോഗ്രാംസിന് റൺ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതിനെയാണ് സിമെട്രിക് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി അതല്ല ഒരു വൺ സെറ്റ് ഓഫ് പ്രോസസ്സിന് മാത്രമേ എക്സിക്യൂട്ടീവ് പ്രോഗ്രാംസിന് റൺ ചെയ്യാനുള്ള പെർമിഷൻ ഉള്ളൂ എങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്? അസിമെട്രിക് സിസ്റ്റംസ് എന്ന് പറയുന്നു. അതിൽ 2 കാറ്റഗറി ഓഫ് പ്രോസസ് വരും. ഒന്ന് എക്സിക്യൂട്ടീവ് പ്രോസസ്സും 2 അറ്റാച്ച്ഡ് പ്രോസസ്സും. ഇത്രയും ഓക്കെ ആണോ? മൾട്ടി പ്രോസസ് തീർന്നു. ഇനി നമ്മള് കേഷ് ഓൺലി മെമ്മറി ആർക്കിടെക്ചറിൽ നമ്മൾ എന്ത് പറഞ്ഞു? ഇതിൽ എന്താ വ്യത്യാസം ഉള്ളത്? ഇവിടെ എന്തേ യൂസ് ചെയ്യുന്നുള്ളൂ? കാഷീസ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. റിമോട്ട് ആയിട്ടുള്ള കാഷി ആക്സസിന് വേണ്ടിയിട്ട് നമ്മൾ എന്തും കൂടെ യൂസ് ചെയ്യും? ഇതില് ഡയറക്ടറീസ് കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. അത്രയേ ഉള്ളൂ ഇത് COMA, കാഷി ഓൺലി മെമ്മറി ആക്സസ്. ഓക്കെ. ഇനി നെക്സ്റ്റ് നമ്മൾ മൾട്ടി കമ്പ്യൂട്ടറിലേക്ക് കടക്കുവാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ എന്താ? ഷെയർഡ് ആണ് അല്ലെ? മെമ്മറി ഷെയർഡ് ആണെന്ന് പറഞ്ഞു. ഇവിടെ അങ്ങനെയില്ല. കൺസിസ്റ്റ് ഓഫ് മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സ് തന്നെയാണ്. നേരത്തെ പ്രോസസ്സർ മാത്രമേ എന്തായിട്ടുള്ളൂ? ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവിടെ എന്താ? മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സ് അല്ലെ നോഡ്സ് തന്നെയാണ് ഇവിടെ വരുന്നത്. അതായത് ഓരോ സാധനമായിട്ട് അസോസിയേറ്റഡ് ഒരു പ്രോസസർ ഉണ്ടാവും, അതിന് മെമ്മറി ഉണ്ടാവും, ഇനി വേണേൽ അതിനുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള അത്യാവശ്യമുള്ള പെരിഫറൽസും കൂടെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഓരോ കമ്പ്യൂട്ടേഴ്സ് അങ്ങനെ ഉള്ള കുറെ എണ്ണത്തിന്റെ കണക്ഷനെയാണ് എന്ത് പറയുന്നത്? മൾട്ടി കമ്പ്യൂട്ടർ മോഡൽസ്. പേരിൽ തന്നെ ഉണ്ട് എന്താണ്? മൾട്ടിയാണ് കമ്പ്യൂട്ടേഴ്സ്, മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സ് വരുന്നതാണ് ഇത് മൾട്ടി കമ്പ്യൂട്ടേഴ്സ് മോഡൽസ്. ഇതില് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം നേരത്തെ എന്താ മൾട്ടി പ്രോസസറിൽ ഷെയർഡ് മെമ്മറി ആണ് കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ എന്ത് ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്? മെസ്സേജ് പാസിംഗ് ടെക്നിക്. ഇതൊക്കെയാണ് നമുക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ കേട്ടോ. മൾട്ടി കമ്പ്യൂട്ടർ മോഡൽസിൽ കമ്മ്യൂണിക്കേഷൻ അച്ചീവ് ചെയ്യുന്നത് എങ്ങനെയാണ്? അല്ല അതിന്റെ വേറെ പേരെന്താണ്? മെസ്സേജ് പാസിംഗ് നെറ്റ്വർക്ക് അല്ലെ മെസ്സേജ് പാസിംഗ് മോഡൽ. ഓക്കെ. പിന്നെ ഇതെന്ന് പറയുന്നത് ലൂസ്ലി കപ്പിൾഡ് സിസ്റ്റം ആണ്. മൾട്ടി പ്രോസസർ ടൈറ്റ്ലി കപ്പിൾഡ് സിസ്റ്റംസ് ആണ്. ഓക്കെ. ഈച്ച് നോഡ് ഈസ് ഓട്ടോണോമസ് വിത്ത് ഇറ്റ്സ് ഓൺ പ്രോസസർ, ലോക്കൽ മെമ്മറി ആൻഡ് സംടൈംസ് ലോക്കൽ പെരിഫറൽസ്. ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ഓരോ നോഡിനും എന്തുണ്ടാവും? അതിൻ്റെതായ പ്രോസസർ ഉണ്ടാവും, ലോക്കൽ മെമ്മറി ഉണ്ടാവും, ചിലപ്പോൾ എന്തും അസോസിയേറ്റഡ് ആയിരിക്കും, പെരിഫറൽസും അസോസിയേറ്റഡ് ആയിരിക്കും. Local memories are not shared, so traditional multi-computers are sometimes called no remote memory access. Okay. വേറൊരാളുടെ മെമ്മറി നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് നോ റിമോട്ട് മെമ്മറി ആക്സസ്. മൾട്ടി കമ്പ്യൂട്ടേഴ്സിനെ പറയുന്ന വേറൊരു പേരാണ് നോർമ എന്ന് പറയുന്നത്. നോർമ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെസ്സേജ് പാസിംഗ് ആണ് യൂസ് ചെയ്യുന്നത് ത്രൂ സ്റ്റാറ്റിക് കണക്ഷൻ നെറ്റ്വർക്ക്. ഇതും ഇമ്പോർട്ടന്റ് ആണ്, എന്നോട് മാർക്ക് ചെയ്യാൻ വിട്ടുപോയതാ. സ്റ്റാറ്റിക് കണക്ഷൻ നെറ്റ്വർക്ക് വഴിയാണ് ഏതിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? മൾട്ടി കമ്പ്യൂട്ടേഴ്സിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്. അതേ സ്ഥാനത്ത് മൾട്ടി പ്രോസസറിലാണ് ഡൈനാമിക് കണക്ഷൻ നെറ്റ്വർക്ക് ആണ്. ഓക്കെ. നമ്മൾ എടുക്കുന്ന പാത്ത് ഡിഫറെന്റ് ആയിരിക്കും. ഇതിന്റെ കേസിൽ സ്റ്റാറ്റിക് കണക്ഷൻ നെറ്റ്വർക്ക് ആയിരിക്കും. ഓക്കെ ആണോ? ഇതിൽ ഒരു കാര്യമായിട്ടുള്ളത് മൾട്ടി പ്രോസസറിൽ ഷെയർഡ് മെമ്മറിയാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ മെസ്സേജ് പാസിംഗ് ടെക്നിക് ആണ് യൂസ് ചെയ്യുന്നത്. മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സ് ആണ്. മൾട്ടിപ്പിൾ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സാധാരണ ഒരു കമ്പ്യൂട്ടർ എടുക്കുമ്പോൾ അതിന് പ്രോസസർ ഉണ്ടാവും, മെമ്മറി ഉണ്ടാവും, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ഉണ്ടാവും. അങ്ങനെയുള്ള കുറെ ഇതിന്റെ കണക്ഷൻസ് ആണ് ഏത് പറയുന്നത്? മൾട്ടി കമ്പ്യൂട്ടർ മോഡൽസിൽ വരുന്നത്. ഇതില് പറയുന്ന വേറൊരു പേരാണ് ഇത് NORA, നോർമ, നോ റിമോട്ട് മെമ്മറി ആക്സസ്. ഓക്കെ. പിന്നെ ഇത് സ്റ്റാറ്റിക് കണക്ഷൻ നെറ്റ്വർക്ക് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണോ? Yes, miss. Which multiprocess systems contain a master-slave relationship? Asymmetric. In a multiprocess system, if one processor fails, the system will halt. False. ഇല്ല അല്ലെ? കാരണം നമ്മൾ മൾട്ടിപ്പിൾ പ്രോസസേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. എല്ലാം മെമ്മറിന് ഷെയർ ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ഒരു പ്രോസസർ ഫെയിൽ ആയാലും നമുക്ക് വേണ്ട ഡാറ്റയും കാര്യങ്ങളും എല്ലാം എവിടുന്ന്, കാരണം ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് പെരിഫറൽസിനെയും ഷെയർ ചെയ്യാം. വേണ്ട ഡാറ്റാസ് ഒക്കെ എവിടെ അവൈലബിൾ ആയിരിക്കും? ഈ ഷെയർഡ് മെമ്മറിയിൽ അവൈലബിൾ ആയിരിക്കും, അതിനെ ആക്സസ് ചെയ്യാൻ പറ്റും. സോ ഒരിക്കലും സിസ്റ്റം ഫുള്ളി ഫെയിൽ ആവില്ല. സോ ആൻസർ ബി. ഓക്കെ. ഇനി അടുത്ത ടേം ആണ് മൈക്രോ കമ്പ്യൂട്ടർ. മൈക്രോ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിക് ഡിവൈസ്.
with a microprocessor as its central processing unit. മൈക്രോ പ്രോസസർ CPU ആയിട്ട് വരുന്ന സിസ്റ്റംസിനെയാണ് എന്ത് പറയുന്നത്? മൈക്രോ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ മൈക്രോ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന സാധനം അതില് മെമ്മറി ഉണ്ടാവും, അതിന് വേണ്ടി മിനിമം ഇൻപുട്ട് ഔട്ട്പുട്ട് സർക്യൂട്ടറി ഉണ്ടാവും. അതൊരു PCBയില് സിംഗിൾ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡിൽ ചെയ്തു വെച്ചിരിക്കുന്നതിനാണ് ഏത് പറയുന്നത്? മൈക്രോ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. ഈ ഫസ്റ്റ് വന്ന മൈക്രോ കമ്പ്യൂട്ടർ ആണ് ഏത്? മിക്രാൽ 8008 ബേസ് ചെയ്തിട്ടുള്ള ഒരു നോൺ കിറ്റ്. നമ്മൾ കിറ്റിൽ പ്രോഗ്രാം ചെയ്തവരുണ്ടാവില്ലേ അല്ലെ? നോൺ കിറ്റ് ആയിട്ട് നമ്മുടെ സിസ്റ്റം പോലെ തന്നെ അത് ഈ നമ്മളിപ്പം യൂസ് ചെയ്യുന്ന പേഴ്സണൽ കമ്പ്യൂട്ടറിന് മുന്നേ യൂസ് ചെയ്ത ടേം ആണ് ഇത് മൈക്രോ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന റാസ്ബെറി പൈ അതൊക്കെ ഏതിന് എക്സാമ്പിൾസ് ആണ്? ശരിക്കും മൈക്രോ കമ്പ്യൂട്ടേഴ്സിന് എക്സാമ്പിൾസ് ആണ്. The types of microcomputer memory is processor memory, primary memory, and secondary memory. All of these. All of these. All of these. കാരണം നമ്മൾ ഓൾറെഡി ഒരു ടേം പറഞ്ഞു. ഇത് ശരിക്കും ഒരു മൈക്രോ പ്രോസസർ ഉള്ള നമ്മുടെ കമ്പ്യൂട്ടർ അല്ലെ? നമ്മുടെ കമ്പ്യൂട്ടറിൽ ഏതൊക്കെയുണ്ട്? പ്രോസസറിന് വേണ്ട ക്യാഷ് മെമ്മറി ഉണ്ടാവും, പ്രൈമറി മെമ്മറി ഉണ്ടാവും, സെക്കൻഡറി മെമ്മറി ഉണ്ടാവും. സോ ആൻസർ എന്താണ്? ഓൾ ഓഫ് ദീസ്. ഞാനില്ലേ ഈ ഒരു ടോപ്പിക്കായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കാര്യമായി ക്വസ്റ്റ്യൻസ് കണ്ടില്ല. പിന്നെ അങ്ങനെ ടെക്സ്റ്റ് ബുക്സിലൊന്നും ഇതില് മൈക്രോ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന സാധനം അങ്ങനെ കണ്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കണ്ടന്റിൽ ചുരുക്കി വെച്ചിരിക്കുന്നത്. ഇനി വേറെ ആർക്കെങ്കിലും ഇന്നേ ടോപ്പിക്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെ എന്തെങ്കിലും കണ്ടവരുണ്ടോ? ഞാനൊന്നും കണ്ടില്ല ഈ ഒരു ഏരിയയൊന്നും. ടെക്സ്റ്റ് ബുക്സിലായാലും ഞാൻ കുറെ നമ്മുടെ ആർക്കിടെക്ചറിന്റെ ടെക്സ്റ്റ് ബുക്ക് കുറെ എണ്ണം നോക്കി, അതിലൊന്നും ഇങ്ങനെ ഒരു കാര്യം റെഫർ ചെയ്തിട്ടില്ല. പിന്നെ നെറ്റിൽ നിന്നെടുത്ത കണ്ടന്റ്സ് ആണ് ഇത്രയേ ഉള്ളത് കേട്ടോ. ഒന്ന് നിങ്ങളാരും കാണുകയാണെങ്കിൽ എന്തെങ്കിലും പ്രത്യേകതകളുള്ള സാധനം കാണുവാണെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്കൊന്ന് നോക്കിയിട്ട് എടുക്കാം കേട്ടോ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കാലം കാര്യം എന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്ന പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സിൽ മൈക്രോ പ്രോസസർ യൂസ് ചെയ്ത് വരുന്ന സാധനങ്ങളാണ്. ഒരു സിംഗിൾ ചിപ്പിൽ ബേസ് ചെയ്തുകൊണ്ടുള്ള സാധനങ്ങളാണ് മൈക്രോ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ചോദിച്ചാലും ഈ ഒരു മിക്രാൽ എന്ന് പറഞ്ഞ മുന്നേ ഉണ്ടായിരുന്നു മൈക്രോ കമ്പ്യൂട്ടേഴ്സ്, പക്ഷേങ്കിൽ നമ്മളെ ഇൻഡസ്ട്രിയലി നോൺ കിറ്റിൽ വന്ന ഒരു മൈക്രോ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് മിക്രാലാണ്. ഇത്രയും സാധനങ്ങളാണ് മെയിൻ ആയിട്ട് കണ്ടത് അതിൽ. ഓക്കെ, അടുത്ത ടോപ്പിക്ക് അസംബ്ലി ലാംഗ്വേജ്. അപ്പൊ നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പല തരത്തിലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഹൈറാർക്കി ഉണ്ട്. അതായത് പലതരത്തിലുള്ള ഡിഫറെന്റ് ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ചിലത് നമ്മുടെ ഹൈ ലെവൽ ലാംഗ്വേജ്, ചിലതിന് അസംബ്ലി ലാംഗ്വേജ്, മെഷീൻ ലാംഗ്വേജ്, ഹാർഡ്വെയർ ലാംഗ്വേജ് എന്ന് പറയില്ല. കാരണം നമ്മൾ മുന്നേ ഫസ്റ്റിൽ തന്നെ ഈ മെഷീനെ കൊണ്ട് ചെയ്യിക്കാൻ നോക്കിയപ്പോൾ ശരിക്കും എന്താ ചെയ്യേണ്ടിയിരുന്നത്? ഇതിലേക്ക് നമ്മളൊരു ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ ബോർഡിലേക്ക് ഇലക്ട്രിക് സിഗ്നൽസ് പാസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനെ ശരിക്കും കൺട്രോൾ ചെയ്തിരുന്നത്. അതായത് സിഗ്നൽസ് എന്ന് പറയുന്നത് 1010 അല്ലെ, ബൈനറി അല്ലേ, ഹൈ വോൾട്ടേജ് ലോ വോൾട്ടേജ് എന്ന നിലക്ക്. അപ്പൊ ഇങ്ങനെ ഈ ഒരു ഫോമിലായിരുന്നു നമ്മൾ എന്ത് കൊടുത്തിരുന്നത്? മെഷീൻസിന് വേണ്ട ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിരുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു കേസിൽ നമുക്കൊരു ഇൻസ്ട്രക്ഷൻ എഴുതിയാല് അതൊരു പിന്നെ ഒരാൾ ചെയ്യുകയാണെങ്കിൽ അതിനെ ഐഡന്റിഫൈ ചെയ്യാനും അതിലെന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ 1-2 ഇൻസ്ട്രക്ഷൻസ് എന്നല്ലേ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇതിനെ കൊണ്ട് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പം നമ്മളുടെ ഇൻസ്ട്രക്ഷൻസിന്റെ ലെവൽ മാറാൻ തുടങ്ങി. അപ്പം ഇത് ഓർത്ത് വെക്കുക എന്നുള്ള കാര്യം തന്നെ വളരെ ബുദ്ധിമുട്ട്. ഇനി ഇത് വെച്ച് കഴിഞ്ഞാലും അതിലൊരു എറർ ഉണ്ടായാൽ അതിനെ ഡിറ്റക്ട് ചെയ്യാന്നുള്ള കാര്യം വളരെ ബുദ്ധിമുട്ടായിട്ട് വന്നു. അങ്ങനത്തെ കേസിലാണ് നമ്മൾ എങ്ങനെ ഇതിനെ സോൾവ് ചെയ്യാം എന്നുള്ള ഒരു ചിന്ത കുറെ ആൾക്കാരിൽ ഉണ്ടായപ്പോഴാണ് അവരേത് ഒരു അടുത്തൊരു ലെവൽ ഓഫ് ലാംഗ്വേജ്, കാരണം ഇതിൽ യൂസ് ചെയ്തത് മെഷീൻ ലാംഗ്വേജ് ആയ 100s ആണ് നമ്മൾ ഹാർഡ്വെയറിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നത്. അപ്പൊ ഇതിനെ എങ്ങനെ കുറച്ചുകൂടി സിംപിളർ ആക്കാം എന്നുള്ള രീതിയിൽ ചിന്തിച്ചപ്പോഴാണ് ഏത് വന്നത്? അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്ന സാധനം വന്നത്. അസംബ്ലി ലാംഗ്വേജിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നില്ല, ഈ 100 എന്ന് പറയുന്ന സാധനങ്ങൾ മാറി അവിടെ കുറച്ച് ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ഒക്കെ ഉള്ള ന്യൂമോണിക്സ് നമുക്ക് വരാൻ തുടങ്ങി. നമുക്ക് ശരിക്കും ഇവിടെ ഒരു ആഡ് 2 നമ്പേഴ്സിനെ ആഡ് ചെയ്യണം. ആഡ് എനെയും ബിനെയും ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനുള്ള ഇൻസ്ട്രക്ഷൻ 1s and 0s യൂസ് ചെയ്ത് വേണം എഴുതാൻ അല്ലേ.
ഇങ്ങനെ ഫുള്ള് 0 1 0 ഇങ്ങനെ എഴുതി വരണമായിരുന്നു. അങ്ങനെ എഴുതുമ്പോൾ നമുക്കിത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും എന്തായാലും ബുദ്ധിമുട്ടായിരുന്നു. സോ ഇതിനെ മാറ്റിയിട്ട് നമ്മൾ കുറച്ചും കൂടി സിംപ്ലർ ആക്കിയിട്ട് ന്യൂമോണിക്സ് വെച്ചിട്ട് എഴുതാൻ തുടങ്ങിയതാണ് ഇത്. ആൽഫ ന്യൂമറിക് ക്യാരക്ടേഴ്സ് വെച്ചിട്ട് നമ്മൾ എഴുതാൻ തുടങ്ങിയ ഒരു ലാംഗ്വേജിൽ ഉണ്ടായിരുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ് ഇത് ഈ ഒരു മോഡലിൽ വരുന്ന കാര്യങ്ങൾ. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പൊ ഈ അസംബ്ലി ലാംഗ്വേജിലുള്ള ഇൻസ്ട്രക്ഷൻസിന് പിന്നെ ഇതിലൊരു പ്രത്യേകത ഉണ്ട്. ഈ അസംബ്ലി ലാംഗ്വേജിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതൊരു മെഷീൻ ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ ഇതിന്റെ കറസ്പോണ്ടിങ് തന്നെയാണ് നമ്മൾ ഇവിടെ എഴുതുന്നത് അല്ലെ. add a, b ശരിക്കും മെഷീൻ ചിന്തിക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മൾ ഇവിടെ ചിന്ത വരേണ്ടത്. 2 നമ്പറിനെ ഇങ്ങോട്ടേക്ക് മാറ്റുന്നു, അതിനെ രജിസ്റ്ററിലേക്ക് കൊണ്ടുവരുന്നു, അതിനുശേഷം ആഡ് ചെയ്യുന്നു. അങ്ങനെ വളരെ മെഷീൻ ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മളെ ചിന്തയും ആ സമയത്ത് വേണ്ടത്. അതിന് കുറച്ചും കൂടി സിംപ്ലർ ആക്കാൻ വേണ്ടി നമ്മള് ഹ്യൂമൻസ് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു ആ ഒരു ലെവലിലേക്ക് എത്തിക്കുക എന്നുള്ള രീതിയിലാണ് നമ്മളുടെ ടെക്നോളജി വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം കുറച്ചും കൂടി സിംപ്ലർ ആക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്തത്, അസംബ്ലി ലാംഗ്വേജ് ഹൈ ലെവൽ ലാംഗ്വേജ് യൂസ് ചെയ്തത്. ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ യൂസ് ചെയ്യുന്ന സി, ജാവ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പം ഇങ്ങനെ നമ്മൾ ചെയ്തിട്ടാൽ ഇതിന്റെ തിരിച്ചുള്ള കൺവേർഷൻസും ചെയ്യണം അല്ലെ. അപ്പം ഒരു ഹൈ ലെവൽ ലാംഗ്വേജിലുള്ള പ്രോഗ്രാമിനെ നമ്മൾ തിരിച്ച് ഒരു അസംബ്ലി ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, അസംബ്ലർ ആണോ? അല്ല, കമ്പൈലർ യൂസ് ചെയ്യുന്നത്. അങ്ങനെ അസംബ്ലി ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്ത സാധനത്തിന് മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, അസംബ്ലർ യൂസ് ചെയ്യുന്നത്. ഇനി ഇപ്പോഴുള്ള നമ്മളെ കമ്പൈലേഴ്സ് ഒക്കെ ഇങ്ങനെ അസംബ്ലി ലാംഗ്വേജിലേക്ക് തന്നെ ചെയ്യണമെന്നില്ല. കാരണം ടെർബോ കമ്പൈലർ ഒക്കെ അല്ലേ. നിങ്ങൾ സി പ്രോഗ്രാം എഴുതുമ്പോൾ കമ്പൈൽ ചെയ്തതിന് ശേഷം അസംബ്ലി ചെയ്യാൻ പോകുന്നുണ്ടോ? റൺ ചെയ്യല്ലേ ചെയ്യുന്നത് അല്ലേ. ഇപ്പൊ എന്താ ചെയ്യാത്തെ? ഇപ്പോഴുള്ള കമ്പൈലേഴ്സ് എന്ത് ചെയ്യുന്നു, ഇങ്ങനൊരു കൺവേർഷൻ ഇവിടത്തേക്ക് ചെയ്യുന്നില്ല. അവർക്ക് എന്തിന്റെ ഫെസിലിറ്റി കൂടി ഉണ്ട്, ഇതിന്റെ അസംബ്ലറിന്റെ ഫെസിലിറ്റിയും കൂടി കൊടുക്കുന്നു. ഡയറക്റ്റ് മെഷീൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയും കൂടി ഇപ്പോഴുള്ള കമ്പൈലേഴ്സിലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യാത്തത്, അസംബ്ലർ യൂസ് ചെയ്യാത്തത്. ആക്ച്വലി അതിന്റെ കൺവേർഷൻ ഇങ്ങനെയാണ് ശരിക്കും നടക്കുന്നത്. അപ്പം നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതുന്ന പ്രോഗ്രാം സി ഒക്കെ ആണെങ്കിൽ ഡോട്ട് സി ഒക്കെ വരും. അസംബ്ലി ലാംഗ്വേജിൽ എഴുതുന്ന പ്രോഗ്രാം ആണെങ്കിൽ എന്ത് വരും, .asm എന്ന് പറയുന്ന എക്സ്റ്റൻഷനിലാണ് നമ്മൾ സേവ് ചെയ്യുക. ഈ ഒരു ASMലുള്ള ഫയലിനെ നമ്മൾ ഒരു അസംബ്ലറിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് എങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്യും, അതിനാ OBJ ഫോർമാറ്റിലേക്ക് ഒബ്ജക്ട് ഫയലായിട്ട് കൺവേർട്ട് ചെയ്തെടുക്കും. അതെന്തായിരിക്കും, കാരണം 1-0 കോമ്പിനേഷനിലാണ് ഉണ്ടാവുക. കാരണം ഇത് ചെയ്യാം ഇങ്ങനെയുള്ള അസംബ്ലി ലാംഗ്വേജിൽ നമ്മളിങ്ങനെ ആൽഫബറ്റ്സും കാര്യങ്ങളും വെച്ച് എഴുതുന്ന ഇൻസ്ട്രക്ഷൻസിന് നേരെ 1s and 0s കൺവേർട്ട് ചെയ്യുക എന്നുള്ള ഡ്യൂട്ടിയാണ് ആര് ചെയ്യുന്നത്, അസംബ്ലർ ചെയ്യുന്നത്. ഇതാണ് നമ്മളുടെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ ഹയറാർക്കി എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ മിസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ മെയിൻ ആയിട്ട് വേണ്ടത് മെഷീൻ ലാംഗ്വേജ് ആൻഡ് അസംബ്ലി ലാംഗ്വേജ്. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും, ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം ഇത് ഡയറക്ട്ലി മെഷീൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സാധനങ്ങളാണ് ഇത് മെഷീൻ ലാംഗ്വേജിൽ ഉണ്ടാകുന്ന പ്രോഗ്രാംസ്. അതിനെന്ത് പറയാം, നമുക്ക് മെഷീൻ ഡിപ്പെൻഡന്റ് എന്ന് പറയാം അല്ലെ. മെഷീൻ ഡിപ്പെൻഡന്റ് ആണ് മെഷീൻ ലാംഗ്വേജിൽ എഴുതുന്ന സാധനം. ഓരോ മെഷീനും ഡിഫറെന്റ് ആയിരിക്കും. അതിന്റെ ആർക്കിടെക്ചർ ബേസ് ചെയ്ത് നമ്മൾ എഴുതുന്ന ഇൻസ്ട്രക്ഷൻസിന്റെ ഫോർമാറ്റ് വ്യത്യാസം ഉണ്ടാവും. ചില 4 bit ആയിരിക്കും, 8 bit ആയിരിക്കും, അങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം വ്യത്യാസം ഉണ്ടാവും. എന്തേ ഉണ്ടാവും, 1s and 0s മാത്രമേ ഉണ്ടാവും മെഷീൻ ലാംഗ്വേജിലാണെങ്കിൽ. അതേസമയത്ത് ഒരു അസംബ്ലി ലാംഗ്വേജിലാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും എഴുതുന്ന ഇൻസ്ട്രക്ഷൻസിൽ സിംബോളിക് നെയിംസ് ഉണ്ടാവും അല്ലെ. അതിൽ ഓപ്പ് കോഡ് എന്ന് പറയുന്നത് നമ്മുടെ സിംബോളിക് നെയിം ആയിരിക്കും. പിന്നെ അതിന് ഓപ്പറൻസ് ഉണ്ടാവും. ആ ഓപ്പറൻസ് രജിസ്റ്റർ ആവാം, അല്ലെങ്കിൽ ഒരു മെമ്മറി ലൊക്കേഷൻസ് ഒക്കെ ആവാം. ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് മ്യൂപ്പി പഠിച്ചതാണ്, ഞാൻ അതിനെ കൊണ്ട് അധികം അതിലേക്ക് പോകുന്നില്ല. പിന്നെ ഇത് കുറച്ചും കൂടി സ്ലൈറ്റ്ലി ഹയർ ആയിട്ടുള്ള ലെവൽ ലാംഗ്വേജ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള. കാരണം ഞാൻ നിങ്ങളൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ തപ്പിയതിൽ ഈ ഒരു കാര്യമാണ് കണ്ടത്. അസംബ്ലി ലാംഗ്വേജിൽ ഇതും ചോദിക്കാം വേണമെങ്കിൽ. അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്താണ്, മെഷീൻ ഡിപ്പെൻഡന്റ് ആണ്. ഈ മെഷീൻ ലാംഗ്വേജ് എന്താണ്, മെഷീൻ ലാംഗ്വേജും അസംബ്ലി ലാംഗ്വേജും എന്താണ്, മെഷീൻ ഡിപ്പെൻഡന്റ് ആണ്. അതേസമയത്ത് ഹൈ ലെവൽ ലാംഗ്വേജ് മെഷീൻ ഡിപ്പെൻഡന്റ് ആണോ? അല്ല. നിങ്ങൾ മെഷീൻ നോക്കിയിട്ടല്ലോ നിങ്ങൾ പ്രോഗ്രാം ചെയ്യുന്നത്, അത് വേരി ചെയ്തുകൊണ്ടിരിക്കും. അത്രയാണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ ഇതിൽ ഓൾറെഡി ഞാൻ പറഞ്ഞതാണ് 1-to-1 കറസ്പോണ്ടൻസ് ആയിരിക്കും മെഷീൻ ലാംഗ്വേജിന്. കാരണം നമ്മൾ അസംബ്ലി ലാംഗ്വേജിന്റെ ഒരു ഡ്രോബാക്ക് തന്നെ അതായിരുന്നു. കാരണം നമുക്ക് അതിൽ പ്രോഗ്രാം ചെയ്യുമ്പോൾ നമ്മൾ ഈച്ച് ആൻഡ് എവറി ലൈൻ നമ്മൾ മെഷീൻ ലാംഗ്വേജിൽ എങ്ങനെ ചെയ്യുന്നു അതുപോലെ തന്നെ വേണം നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ
ഈ അസംബ്ലി ലാംഗ്വേജിൽ ചെയ്യാൻ ആകെയുള്ള ഒരു ഗുണം എന്ന് വെച്ചാൽ അവിടെ എന്ത് വേണ്ട, വൺസ് ആൻഡ് സീറോസിന്റെ ആ ഒരു കോമ്പിനേഷൻ ഓർത്ത് വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കുറച്ചും കൂടെ സിംപ്ലർ ആയിട്ട് ന്യൂമോണിക്സ് വെച്ചിട്ട് ചെയ്യാന്നുള്ള ഒരു ഗുണമായിരുന്നു ഏറ്റവും വലുതായിട്ട് അസംബ്ലി ലാംഗ്വേജസിന്റെ കേസിൽ ഉണ്ടായിരുന്നത്. അപ്പം ഇതിന്റെ കൺവേർഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, അസംബ്ലി ലാംഗ്വേജിൽ എഴുതുന്ന പ്രോഗ്രാംസിനെ നേരെ ഡയറക്ട്ലി മെഷീൻ കോഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, അസംബ്ലർ യൂസ് ചെയ്യുന്നത്. ഈ അസംബ്ലർ എന്ന് പറയുന്നത് മെഷീൻ ഡിപ്പെൻഡ് ആണ്. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഇത്. അസംബ്ലർ എന്ന് പറയുന്നത് മെഷീൻ ഡിപ്പെൻഡന്റ് ആണ്. ഒരു HSSTക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ടോപ്പിക്കിന് ഞാൻ നോക്കിയപ്പോൾ അതാണ് കണ്ടത്. ഇനി കുറച്ച് സെറ്റ് ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാനുണ്ടായിരുന്നു. ബാക്കിയിൽ എന്തെങ്കിലും വരുവാണെങ്കിൽ ഞാൻ നിങ്ങളെ ക്വസ്റ്റ്യൻസിന് ഇട്ടുതരാം കേട്ടോ. Compiler translates high-level programs to machine code either directly or indirectly by an assembler. ഒന്നുകിൽ കമ്പൈലർ എന്ത് ചെയ്യും, നമ്മളെ അസംബ്ലി ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യും, അല്ലെങ്കിൽ അത് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇതിലേക്ക് കൺവേർട്ട് ചെയ്യാം, അതിനെ മെഷീൻ കോഡിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പം അസംബ്ലർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഈ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിനെ എഡിറ്റ് ചെയ്യാനോ അതിനെ അസംബ്ലി ചെയ്യാനോ ഒക്കെ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ടൂളിനാണ് നമ്മൾ എന്ത് പറയുന്നത്, അസംബ്ലർ എന്ന് പറയുന്നത്. ഈ അസംബ്ലേഴ്സിൽ കുറച്ച് എക്സാമ്പിൾസ് ആണ് ടാസം, നാസം, GNU. ഇതിന്റെയൊക്കെ ഫുൾ ഫോം ആണ് നമുക്ക് ഇവിടെ ഇമ്പോർട്ടൻസ്. ടാസം എന്ന് പറഞ്ഞാൽ ടർബോ അസംബ്ലർ ആണ് ഇത് ടാസം. അത് ബോർലാൻഡ് ആണ് ചെയ്തിരിക്കുന്നത്. നാസം എന്ന് പറഞ്ഞാൽ നെറ്റ് വൈഡ് അസംബ്ലർ, വിൻഡോസിനും ലിനക്സിനും ഒക്കെ വരുന്നതാണ് ഏത് നാസം. GNU അസംബ്ലർ ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ദ ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ, ന്യൂ അസംബ്ലർ. ഓക്കെ, ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള. ഇനിയുണ്ടേ അസംബ്ലേഴ്സ്. നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ സാധാരണ ടാസും നാസും ഒക്കെയാണ് ഫുൾ ഫോം ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാറ്. അതുകൊണ്ടാണ് ഞാൻ ഇത് മെയിൻ ആയിട്ട് എടുത്തിട്ടത്. ഓക്കെ, ന്യൂനെ നോക്കണം കേട്ടോ. GNU ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? നോട്ട് യൂണിക്സ് ആണോ? നോക്കാട്ടോ, ഞാൻ നോക്കിയിട്ട് പറയുന്നത് കേട്ടോ. ഇത് നമുക്ക് അടുത്ത നമ്മളുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. കാരണം ഈ ഒരു അസംബ്ലി ലാംഗ്വേജിനേക്കാളും ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് അസംബ്ലി ഡയറക്റ്റീവ് ആണ്. ഈ അസംബ്ലി ലാംഗ്വേജിലുള്ള നിങ്ങൾ എഴുതുന്ന സ്റ്റേറ്റ്മെന്റ്സ് രണ്ട് കാറ്റഗറി വരാം. ഒന്ന് ഇൻസ്ട്രക്ഷൻസ് ആണ്. ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞാൽ അത് പ്രോസസർ എക്സിക്യൂട്ട് ചെയ്യുന്ന സാധനങ്ങളാണ് എന്ത് പറയുന്നത്, ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ അസംബ്ലർ ഡയറക്റ്റീവ്സ് ആണ്. ഈ അസംബ്ലർ ഡയറക്റ്റീവ്സ് എന്ന് പറയുന്ന സാധനം പ്രോസസറിന് വേണ്ടിയിട്ടുള്ള സാധനമല്ല. ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? അസംബ്ലറിന് വേണ്ടിയിട്ട് എഴുതുന്ന സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സിനെയാണ് എന്ത് പറയുന്നത്, അസംബ്ലർ ഡയറക്റ്റീവ്സ് എന്ന് പറയുന്നത്. അത് ശരിക്കും അസംബ്ലറിനെ ഡയറക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഒരിക്കലും അത് പ്രോസസറിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫോർമേഷനും കൊടുക്കുന്നില്ല. അസംബ്ലറിന് ഉള്ള ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് ഏത്, അസംബ്ലർ ഡയറക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇത് ഇൻസ്ട്രക്ഷൻസ്. ഇപ്പൊ ഈ ഒരു ഇൻസ്ട്രക്ഷൻസ് നമ്മൾ പറഞ്ഞ ഫസ്റ്റ് കാറ്റഗറിയിലെ ഇൻസ്ട്രക്ഷൻസിനെ എന്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടും, മെഷീൻ കോഡിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുമ്പോൾ അതേ സ്ഥാനത്ത് ഈ അസംബ്ലർ യൂസ് ചെയ്യുന്ന അസംബ്ലർ ഡയറക്റ്റീവ്സ് ഒരിക്കലും എന്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടില്ല, മെഷീൻ കോഡിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടില്ല. ഓർത്ത് വെക്കുക, അസംബ്ലി ലാംഗ്വേജിൽ രണ്ട് തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണുള്ളത്. ഒന്ന് എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെന്റ്സ്, അല്ലെങ്കിൽ അതിനെ പറയുന്ന സാധനമാണ് ഇത് ഇൻസ്ട്രക്ഷൻസ്. രണ്ടാമത്തത് അസംബ്ലർ ഡയറക്റ്റീവ്സ് ആണ്. ഈ ഇൻസ്ട്രക്ഷൻസ് ആരാ പ്രോസസ് ചെയ്യുന്നത്, അത് എക്സിക്യൂട്ടഡ് ബൈ ദ പ്രോസസർ ആണ്. ഈ അസംബ്ലറിന് യൂസ് ചെയ്യുന്ന ഹെൽപ്ഫുൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഏത്, അസംബ്ലർ ഡയറക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഈ അസംബ്ലർ ഡയറക്റ്റീവ്സ് ഒരിക്കലും ഏതിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്നില്ല, മെഷീൻ കോഡിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്നില്ല. കാരണം നിങ്ങൾ ഈ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിന് അസംബ്ലറിലേക്ക് കൊടുക്കുമ്പോൾ അസംബ്ലർ ആണ് ഏതിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്, മെഷീൻ കോഡിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. അതൊരിക്കലും എന്ത് ചെയ്യുന്നില്ല, മെഷീൻ കോഡിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്നില്ല. അതേ സ്ഥാനത്ത് ഒരു ഇൻസ്ട്രക്ഷൻ ആണ് കൊടുക്കുന്നതെങ്കിൽ അതെന്ത് ചെയ്യും, മെഷീൻ കോഡിലേക്ക് കൺവേർട്ട് ചെയ്യും. ആ മെഷീൻ കോഡ് എന്ത് യൂസ് ചെയ്യും, ഈ പ്രോസസർ യൂസ് ചെയ്ത് അതിന്റെ കറസ്പോണ്ടിങ് ആക്ഷൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതാണ് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ നേരത്തെ പറഞ്ഞത്. an assembler is data dependent, programming language dependent, machine dependent. Machine dependent. Machine dependent. Okay, answer പറഞ്ഞു. Machine dependent.
അസംബ്ലർ ഡയറക്ടറീസ് നമ്മൾ ആ ടോപ്പിലേക്ക് കടക്കുവാണ്. ദീസ് ആർ ദ സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ഡയറക്ട്സ് ദ അസംബ്ലർ ടു ഡു സംതിങ്. അല്ലെ, അസംബ്ലറിനോട് കുറച്ച് കാര്യം ചെയ്യാൻ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സിനെയാണ് എന്ത് അസംബ്ലർ ഡയറക്ടറീസ് എന്ന് പറയുന്നത്. They indicate how an operand or section of the program is to be processed by the assembler. എങ്ങനെ ഒരു സെക്ഷൻ ഓഫ് ദ പ്രോഗ്രാം അല്ലെങ്കിൽ എങ്ങനെ ഒരു വേരിയബിളിനെ ട്രീറ്റ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, അസംബ്ലർ ഡയറക്റ്റീവ് യൂസ് ചെയ്യുന്നത്. ഈ അസംബ്ലർ ഡയറക്റ്റീവിനെ തന്നെ എന്ത് പറയുന്നുണ്ട്, സ്യൂഡോ ഇൻസ്ട്രക്ഷൻസ് ഓർ സ്യൂഡോ ഓപ്പ് കോഡ് എന്ന് പറയുന്നത്. സ്യൂഡോ ഇൻസ്ട്രക്ഷൻസ് ഓർ സ്യൂഡോ ഓപ്പ് കോഡ് എന്നാണ് എന്തറിയപ്പെടുന്നത്, അസംബ്ലർ ഡയറക്റ്റീവ്സ് അറിയപ്പെടുന്നത്. അസംബ്ലർ ഡയറക്റ്റീവ്സിന്റെ മെയിൻ ആയിട്ടുള്ള യൂസേജ് എന്ന് പറയുന്നത്, ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യണേ. ഇറ്റ് ഷോസ് ദ ബിഗിനിങ് ആൻഡ് എൻഡ് ഓഫ് എ പ്രോഗ്രാം പ്രൊവൈഡഡ് ടു ദ അസംബ്ലർ. ഒരു പ്രോഗ്രാമിന്റെ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിന്റെ ബിഗിനിങ് ഓർ എൻഡ് കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇനി അതല്ല, യൂസ് ടു പ്രൊവൈഡ് സ്റ്റോറേജ് ലൊക്കേഷൻസ് ടു ഡാറ്റ. നിങ്ങൾ സാധാരണ സിയിലൊക്കെ ആണെങ്കിൽ ഇൻഡ് എന്നൊക്കെ എഴുതി പോകുന്നില്ലേ, എത്ര സ്റ്റോറേജ് സ്പേസ് വേണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യാം, ഈ അസംബ്ലർ ഡയറക്റ്റീവ്സ് യൂസ് ചെയ്യുന്നു. ഇനി അതല്ല, ഒരു വേരിയബിളിലേക്ക് വാല്യൂസ് കൊടുക്കാൻ വേണ്ടിയിട്ടും എന്ത് യൂസ് ചെയ്യാം, അസംബ്ലർ ഡയറക്റ്റീവ്സ് യൂസ് ചെയ്യുന്നു. പിന്നെ നമുക്ക് നേരത്തെ നമ്മൾ ബിഗിനിങ് ആൻഡ് എൻഡ് ഓഫ് ദ പ്രോഗ്രാം പറഞ്ഞതിന് പുറമെ ഓൾറെഡി നിങ്ങൾ പഠിച്ച് 8086 എടുത്തു കഴിഞ്ഞില്ലേ? അപ്പൊ ഈ സെഗ്മെന്റ്സ് ടേംസ് ഒക്കെ നിങ്ങൾ ഫെമിലിയർ ആയിരിക്കും. ഏതൊക്കെ സെഗ്മെന്റ്സ് ആണ് 8086 ഉള്ളത്? എത്ര സെഗ്മെന്റ്സ് ഉണ്ട്? 4. കോഡ് സെഗ്മെന്റ്, ഡാറ്റ അതുപോലെ സെഗ്മെന്റ്സിന്റെ സ്റ്റാർട്ടിങ് എൻഡിങ്, ഇനി അതല്ല പ്രൊസീജിയർ കോൾ ആണെങ്കിൽ പ്രൊസീജിയറിന്റെ സ്റ്റാർട്ടിങ് എൻഡിങ്, മാക്രോസ് ആണെങ്കിൽ മാക്രോന്റെ സ്റ്റാർട്ടിങ് എൻഡിങ്, ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ഈ പറഞ്ഞ അസംബ്ലർ ഡയറക്റ്റീവ്സ് യൂസ് ചെയ്യുന്നത്. നമുക്ക് 8085-ലെയും 8086-ലെയും അസംബ്ലർ ഡയറക്റ്റീവ്സ് ആണ് പറയുന്നത്. മോസ്റ്റ്ലി കോമൺ ആണ് കേട്ടോ. സ്യൂഡോ ഓപ്പ് കോഡ് എന്ന് പറയുന്നത് തന്നെയാണോ നമ്മൾ സ്യൂഡോ കോഡ് എന്ന് പറയുന്ന സംഭവം? സെയിം ആണോ രണ്ടും? അല്ലല്ല. സാധാരണ നമ്മള് ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് ഇന്റർമീഡിയറ്റ് ആയിട്ട് കിട്ടുന്ന ഔട്ട്പുട്ടിനാണല്ലോ സ്യൂഡോ കോഡ് എന്ന് പറയാ. അപ്പൊ അത് സിമിലർ ടു അസംബ്ലർ ഡയറക്റ്റീവ്സ് ആണ്? അല്ല, കാരണം അസംബ്ലർ ഡയറക്റ്റീവ് അല്ല. കാരണം സ്യൂഡോ കോഡ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്ത് കിട്ടുന്നതിന് ഫുൾ സത്ത് ഉണ്ടാവല്ലോ, ഇതിൽ അതില്ലല്ലോ. ഇത് ഓപ്പ് കോഡ് എന്ന് പറഞ്ഞ ടേം ഉണ്ടല്ലോ. നമ്മൾ സാധാരണ എഴുതുമ്പോ നമ്മളൊരു അസംബ്ലി ലാംഗ്വേജ് ഇൻസ്ട്രക്ഷന്റെ ഫോർമാറ്റ് പറയുമ്പോൾ ലാബില്, പിന്നെ ഓപ്പ് കോഡ്, ഓപ്പറൻസ്, പിന്നെ നമ്മുടെ കമന്റ്സ്, അങ്ങനെയാണല്ലോ സാധാരണ പറയാറ്. ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ് സ്യൂഡോ കോഡിൽ വരും. ഇതിനകത്ത് ജസ്റ്റ് ഇതില് നമുക്ക് നമ്മൾ പറഞ്ഞ ഓപ്പ് കോഡിന് പകരം ആയിട്ടുള്ള ഏകദേശം വരുന്ന ഒരു സാധനം എന്നുള്ള മീനിങ് മാത്രമേ ഉള്ളൂ. അസംബ്ലർ ഡയറക്റ്റീവ്സ്. അപ്പം 8085-ലുള്ള അസംബ്ലർ ഡയറക്റ്റീവ്സ്. അപ്പം ഫസ്റ്റ് വൺ ഡിഫൈൻ ബൈറ്റ്. ഡിഫൈൻ ബൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ബൈറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ് മെമ്മറി ലൊക്കേഷൻസ്? 8 ബിറ്റ് അല്ലെ. അപ്പം ഒരു 8 ബിറ്റ് റിസർവ് ചെയ്യാൻ വേണ്ടിട്ട്, അല്ലെ അതിന് ഒന്നെങ്കിൽ അത് ഡിക്ലെയർ ചെയ്യാനാവാം, അല്ലെങ്കിൽ ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാവാം. ആ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഏതാ അസംബ്ലർ ഡയറക്റ്റീവ് ആണ് ഇത്, DB ഫോർ ഡിഫൈൻ ബൈറ്റ്. അപ്പോൾ എത്ര വേണമെങ്കിലും ഒരു ബൈറ്റ് എന്നില്ല, നമ്മൾ എത്ര ബൈറ്റ്സ് ഡാറ്റ കൊടുക്കുന്നു അത്രയും ബൈറ്റ് ഓഫ് മെമ്മറി അലോക്കേറ്റ് ചെയ്യപ്പെടും. ഫോർ എക്സാമ്പിൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു എക്സാമ്പിളിൽ ഏരിയ DB 30H, 52H, 35H, ബിക്കോസ് H സ്റ്റാൻഡ്സ് ഫോർ ഹെക്സാഡെസിമൽ ആണ്. അപ്പൊ എന്താ ചെയ്യാം, ഇവിടെ 3 ബൈറ്റ് ഓഫ് മെമ്മറി അസൈൻ ചെയ്യും. 3 ബൈറ്റ് മെമ്മറീസ് എന്ത് ചെയ്യും, ഇവിടെ ഡിക്ലെയർ ചെയ്യും. അതിലേക്ക് എന്തും കൂടെ ചെയ്യുന്നുണ്ട്, സോറി ഒരു കളി അധികമായതാണ്, അതിലേക്ക് എന്തും കൂടെ ഉണ്ട്, ഇനീഷ്യലൈസേഷനും കൂടി നടക്കുന്നുണ്ട്. ഇവിടെ 30 കൊടുക്കുന്നു, 52 കൊടുക്കുന്നു, ദെൻ 35 കൊടുക്കുന്നു. ഓക്കെ, ഇവിടെ കാണിച്ചിട്ടുണ്ട് അല്ലെ, 30, 52, 35. ഓക്കെ, കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ലൊക്കേഷൻസിൽ ഇത് അസൈൻ ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ഇത് ഡിഫൈൻ വേർഡ്. ഡിഫൈൻ വേർഡ് നേരത്തെ ബൈറ്റ് ആയിരുന്നു നമ്മൾ അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതെങ്കിൽ യൂസ്ഡ് ഫോർ ഇനീഷ്യലൈസിങ് സിംഗിൾ ഓർ മൾട്ടിപ്പിൾ ഡാറ്റ വേർഡ്സ്. വേർഡ് എന്ന് പറയുന്നത് ഓരോ മീൻസ് ആർക്കിടെക്ചറിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും.
ഇവിടെ നമ്മൾ എടുക്കുന്ന 8085 വേർഡ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 16 ബിറ്റ് തന്നെയാണ്. മിപ്സ് ആർക്കിടെക്ചറിലൊക്കെ വേർഡിന്റെ സൈസ് 32 അങ്ങനെ വരുന്ന ആർക്കിടെക്ചേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് മാത്രമേ മതി? 16 ആണ് നമ്മൾ കൺവെൻഷനലി മോസ്റ്റ് ഓഫ് ദ ആർക്കിടെക്ചറിൽ കാണുന്ന ഒരു കാര്യം. അപ്പം 16 ബിറ്റ് ആണ് ഏത്? വേർഡ് used for initializing single or multiple data words. Mark DW 1020H 4216 because ഇത്രയും സാധനം നമുക്ക് വേർഡ് ആയിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ രണ്ട് സാധനങ്ങളും 10 എന്ന് പറയുന്നത് ഫസ്റ്റ് വന്നു, പിന്നെ 20 വന്നു, പിന്നെ എന്ത് വന്നു? കാരണം 16 ബിറ്റ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ഇത് 8 ബിറ്റ് ആണ്, ഇത് 8 ബിറ്റ് ആണ്. കാരണം ഹെക്സാഡെസിമൽ ആണ്. ഓരോ ഡെസിമലിനെയും റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ എത്ര ബിറ്റ്സ് യൂസ് ചെയ്യും? പറ. ഓരോ ഡെസിമലിനെയും ഡിജിറ്റിനെയും റെപ്രസെന്റ് ചെയ്യാൻ എത്ര ബിറ്റ്സ് വേണം ഹെക്സാഡെസിമലിൽ എഴുതുമ്പോൾ? 4. ഓക്കെ, അപ്പൊ 4 4 8. അതുകൊണ്ടാണ് 2 ഡിജിറ്റ് എടുക്കാൻ കാരണം. ഇനി അടുത്ത ആളെയും സ്റ്റോർ ചെയ്യാൻ എന്ത് വന്നു? 8 8 16. 2 16 ബിറ്റ്സ് ഉള്ള, അതായത് വേർഡ്സ്, 2 വേർഡ് ലൊക്കേഷൻസ് ആണ് എന്തിനു വേണ്ടിയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത്. 2 16 ബിറ്റ് 1020H and 4216 are stored in 4 consecutive locations in the memory. Okay. ഇനി ഇതില് എൻഡ് എന്നാണ് കൊടുക്കുന്നെങ്കിൽ എൻഡ് ആണ് അസംബ്ലർ ഡയറക്റ്റീവിൽ. അതെന്തിനെ ഡിനോട്ട് ചെയ്യുന്നതാണ്? പ്രോഗ്രാമിന്റെ എൻഡിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി EQ എന്ന് പറയുന്ന അസംബ്ലർ ഡയറക്റ്റീവ് ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇക്വേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് വാല്യൂന അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷന് റിസൾട്ട് എന്തോ ആവും, അതിനെ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു വേരിയബിളിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഈ ഇക്വേറ്റ് എന്ന് പറയുന്നത് കൊടുക്കുന്നത്. ഇക്വേറ്റ് അല്ല, നമ്മളുടെ വേർഡ് മീൻസ് കീവേഡ് എന്ന് പറയുന്നത് EQ ആണ്. അസംബ്ലർ ഡയറക്റ്റീവ് എന്താണ്? EQ. ഈ സാധനങ്ങൾ ഇങ്ങനെ ഓർത്ത് വെക്കണേ. കാരണം നമ്മള് ഓപ്ഷൻസിൽ EQ ഉണ്ടാവും, ഇക്വേറ്റ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. നമുക്ക് അന്നേരം അവിടുന്ന് ഡൗട്ട് ആവും എന്തായിരുന്നു കീവേഡ് എന്നുള്ള കറക്റ്റ് ആയിട്ടുള്ളത്. ഇക്വേറ്റ് എന്ന് പറയുന്നത് അതിന് മീനിങ് ആണ്. കീവേഡ് ഓർ അസംബ്ലർ ഡയറക്റ്റീവ് എന്ന് പറയുന്നത് ഏതാണ്? EQ ആണ്. ഓക്കെ, യൂസ് ടു അസൈൻ എനി ന്യൂമറിക്കൽ വാല്യൂ ഓർ കോൺസ്റ്റന്റ് ടു ദ വേരിയബിൾ. ഇങ്ങനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഡെന്നിന് എന്ത് വരും? ഈ ഒരു വാല്യൂ 10H വരും. ഓക്കെ, ചോദിച്ചോളൂ. 10H H എന്തായിരുന്നു മാഡം? ഹെക്സാഡെസിമൽ. ഹെക്സാഡെസിമൽ. ഓക്കെ. ആ, കാരണം നമ്മൾ ഡാറ്റ റെപ്രസെന്റ് ചെയ്യുന്ന ഹെക്സാഡെസിമൽ ആയിട്ടാണ് സ്റ്റോർ ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഉദ്ദേശിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനെ ട്രീറ്റ് ചെയ്യണം ഹെക്സാഡെസിമൽ ആയിട്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ മാക്രോ. മാക്രോ എന്ന് പറഞ്ഞാൽ എന്താ? അതിനെ ബിഗിനിങ് കാണിക്കാൻ വേണ്ടിയിട്ട്. ഈ മാക്രോ ആയാലും പ്രൊസീജിയർ ഒക്കെ ആണ്, പ്രൊസീജിയറിന് PROC, അതിന് സ്റ്റാർട്ടിങ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ കാര്യങ്ങൾ യൂസ് ചെയ്യുന്നത്. എൻഡിനാണെങ്കിൽ എൻഡ് എന്ന് പറയുന്ന സാധനം വരുന്നുണ്ട് കേട്ടോ. സെഗ്മെന്റ് ആണെങ്കിൽ അതിന്റെ സെഗ്മെന്റ് എൻഡ് ചെയ്യുന്നതാണ് എൻഡ് S വരും. മാക്രോ എൻഡ് ചെയ്യുന്നതാണെങ്കിൽ എൻഡ് M വരും. അടുത്തതാ മാക്രോ എൻഡ് ഓഫ് മാക്രോ, എൻഡ് M, ടെർമിനേഷൻ ഓഫ് മാക്രോ. അപ്പം ഒരു മാക്രോ എഴുതിയിട്ടുണ്ട്, അതിന്റെ വേരിയബിൾസും കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ചെയ്യാം. അതിനുശേഷം ഇതാണ് മാക്രോന്റെ നെയിം. നമ്മൾ കൊടുക്കുന്ന മാക്രോന്റെ നെയിം ഇതാണ്. അതിന് വേണ്ട കറസ്പോണ്ടിങ് പാരാമീറ്റേഴ്സ് ആണ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. മാക്രോന്റെ ഉള്ളിൽ വരുന്ന സ്റ്റേറ്റ്മെന്റ്സ് എൻഡ് കാണിക്കാൻ വേണ്ടിയിട്ട് എൻഡ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഒറിജിൻ. ORG ആണ്. ORG എന്ന് പറയുന്ന ഡയറക്റ്റീവ് യൂസ് ചെയ്യുന്നത് അസൈൻ സ്റ്റാർട്ടിംഗ് അഡ്രസ് ഫോർ എ മൊഡ്യൂൾ ഓർ സെഗ്മെന്റ്. നമുക്ക് ഒരു പ്രോഗ്രാമിൽ അടുത്ത സെഗ്മെന്റ് സ്റ്റാർട്ടിംഗ് അഡ്രസ്സോ അങ്ങനെ എന്തെങ്കിലും എടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ORG യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് നിങ്ങളൊരു ഇൻസ്ട്രക്ഷൻ സെറ്റ് എഴുതി ഇവിടെ നിന്ന് നെക്സ്റ്റ് ORG 1050 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇനി അടുത്തത് നമ്മളുടെ ബിഗിനിങ് എന്ന് പറയുന്നത് എവിടെയായിരിക്കും? അടുത്ത ഇൻസ്ട്രക്ഷൻ ആക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് 1050 തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഇത്രയാണ് 8085 വരുന്ന മെയിൻ ആയിട്ടുള്ള മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള അസംബ്ലർ ഡയറക്റ്റീവ്സ് വരുന്നത്. 8086 നിങ്ങൾ ഇത് ഓൾറെഡി മൈക്രോ പ്രോസസ്സിൽ ഡിസ്കസ് ചെയ്തായിരിക്കില്ലേ? SUM ഇല്ലെങ്കിലും CS എന്ന് പറയുന്ന കോഡ് സെഗ്മെന്റ് അല്ലെ? SUM എന്താ? കേൾക്കുന്നില്ല. മൈക്രോ പ്രോസസറിന്റെ 2 ക്ലാസ് കിട്ടിയിരുന്നുള്ളൂ. അതില് 8086 എടുത്തിട്ടുണ്ടാവില്ല. ഈ പോളിക്കാർക്ക് ഫുൾ ആയില്ലേ?
ഓക്കെ. ഞാൻ എല്ലാവരും കഴിഞ്ഞു എന്നുള്ള രീതിയിലാണ്. ഓക്കെ, എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ നമുക്ക്, കാരണം ഞാൻ അത്ര സ്ട്രോങ് അല്ല മൈക്രോ പ്രോസസറിൽ, അപ്പം ചെയ്യിച്ചിട്ടുണ്ട്, പക്ഷെ കുറെ കാലമായി ടച്ച് വിട്ടിട്ടുള്ളത്. എങ്കിലും ഞാൻ ഇതിൽ വന്നത് കൊണ്ട് ഈ ഒരു പോർഷൻ എടുക്കാൻ തന്നതാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോ, ഞാൻ അറിയുന്നതാണ് പറഞ്ഞുതരാം, അല്ലെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് എടുക്കുന്ന സാറിനെ തന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, എന്തായാലും ഇത് അതായത് നമ്മൾ 8086 64 കിലോബൈറ്റ് വീതമുള്ള ഡിഫറെന്റ് സെഗ്മെന്റ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ആ സെഗ്മെന്റ്സിൽ തന്നെ നമുക്ക് 4 മെയിൻ സെഗ്മെന്റ്സ് ആണുള്ളത്. ഒന്ന് കോഡ് സെഗ്മെന്റ്, രണ്ടാമത്തത് ഡാറ്റ സെഗ്മെന്റ്സ്, സ്റ്റാക്ക് സെഗ്മെന്റ്, എക്സ്ട്രാ സെഗ്മെന്റ് എന്ന് പറഞ്ഞ 4 സെഗ്മെന്റ്സ് ആയിട്ടാണ് ഉള്ളത്. കോഡ് സെഗ്മെന്റ് എന്ന് പറയുന്നത് കോഡ്, നമ്മൾ എഴുതുന്ന ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റോറേജ് ഏരിയ ആണ് ഇത് കോഡ് സെഗ്മെന്റ്. ഡാറ്റ സ്റ്റോർ ചെയ്യാൻ, അതായത് വേരിയബിൾസിന്റെ ഡിക്ലെയറും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഏരിയ ആണ് ഇത് ഡാറ്റ സെഗ്മെന്റ്സ്. സ്റ്റാക്ക് സെഗ്മെന്റ്, സ്റ്റാക്ക് ഓപ്പറേഷൻസ് ഒക്കെ വരുന്ന സാധനങ്ങളാണ് സ്റ്റാക്ക് സെഗ്മെന്റ്. എക്സ്ട്രാ സെഗ്മെന്റ് എന്ന് പറയുന്നത് നമ്മളുടെ ടാർജറ്റ് വരുന്ന കേസിലൊക്കെ നമുക്ക് ഇതിൽ കുറെ സാധനങ്ങൾ ഉണ്ട് കേട്ടോ. ഇൻക്രിമെന്റും ഡിക്രിമെന്റും ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനെ സാധനങ്ങൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം യൂപി പഠിക്കും. ഇപ്പൊ എനിക്ക് ഇത്രേ ആവശ്യമുള്ളൂ. CS എന്ന് പറഞ്ഞ കോഡ് സെഗ്മെന്റ്, DS എന്ന് പറഞ്ഞ ഡാറ്റ സെഗ്മെന്റ്. അപ്പം നമുക്ക് എന്ത് വേണം? ഈ ഒരു കോഡ് സെഗ്മെന്റിനെയാണ് ആക്സസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് വേറൊരു വേരിയബിൾ ഇതിനെ നെയിം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ചോസ് ദ സെഗ്മെന്റ് നെയിം ടു ദ അസംബ്ലർ. സെഗ്മെന്റിന് പേര് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കോഡ് സെഗ്മെന്റിന് ഞാൻ എന്ത് പേരിട്ടു? ഡൺ എന്ന് പറയുന്ന പേരിട്ടു. This directive specifies that the instruction of the source program is stored in logical segment done. അല്ലെ, ഇൻസ്ട്രക്ഷൻ കോഡ് സെഗ്മെന്റ് ആണ് ഡൺ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്റെ കോഡ്, നമുക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് എവിടെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്? ഡൺ എന്ന് പറയുന്ന സെഗ്മെന്റിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു കാര്യം പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഡൺ എന്ന് പറയുന്ന സെഗ്മെന്റിലാണ്, അതൊരു കോഡ് സെഗ്മെന്റ് ആണ് പറയാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? അസ്യൂം എന്ന് പറയുന്ന അസംബ്ലർ ഡയറക്റ്റീവ് യൂസ് ചെയ്യുന്നത്. ഇതിൽ നേരത്തെ നമ്മൾ പറഞ്ഞ അതേ കാര്യം തന്നെ DB ഫോർ ഡിഫൈൻ ബൈറ്റ്. ഓക്കെ, അപ്പൊ ഇത് പ്രൈസ് DB 49H 98H 29H എന്ന് പറഞ്ഞാൽ എത്ര ബൈറ്റ് മെമ്മറി അലോക്കേറ്റ് ചെയ്യും? ഈ പ്രൈസ് എന്ന് പറയുന്ന അറേക്ക് 3 ബൈറ്റ് ഓഫ് മെമ്മറി അലോക്കേറ്റ് ചെയ്യും. അതിൽ ഓരോ ബൈറ്റിലും എന്ത് സ്റ്റോർ ചെയ്യും? ഫസ്റ്റ് ബൈറ്റിൽ 49 സ്റ്റോർ ചെയ്യും, സെക്കൻഡ് 98 സ്റ്റോർ ചെയ്യും, നെക്സ്റ്റ് 29 സ്റ്റോർ ചെയ്യും. മീൻസ് അതിനെ ഇനീഷ്യലൈസ് ചെയ്ത് വെക്കും. ഇനി നെയിം DB ഇങ്ങനൊരു ക്യാരക്ടർ അറിയാണ് കൊടുക്കുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട് എന്ന് കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 ക്യാരക്ടേഴ്സ് ആണുള്ളത്. ഈ 6 ക്യാരക്ടേഴ്സിന്റെ കറസ്പോണ്ടിങ് ASCII കോഡ് സ്റ്റോർ ചെയ്യും. 6 ക്യാരക്ടേഴ്സിന് 6 ബൈറ്റ് അലോക്കേറ്റ് ചെയ്യും. ഓരോ ബൈറ്റ് ലൊക്കേഷൻസിനും കറസ്പോണ്ടിങ് ASCII കോഡ് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ ആണോ? ഈ പറഞ്ഞ കാര്യം ഓക്കെ ആണോ? ഓക്കെ. ഇനി temp DB ഇങ്ങനെ കേസിൽ ഇവിടെ ഒരു ഡ്യൂപ്പ് എന്ന് പറയുന്ന സാധനം ഉണ്ട്. ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാല് ടെമ്പ് ആണ് നമ്മളുടെ അലോക്കേറ്റ് ചെയ്യുന്ന മെമ്മറിയുടെ പേര്. ബൈറ്റ് ആയിട്ടാണ് അലോക്കേറ്റ് ചെയ്യേണ്ടത്. എത്ര ബൈറ്റ് മെമ്മറി അലോക്കേറ്റ് ചെയ്യണം? 100 ബൈറ്റ് മെമ്മറി അലോക്കേറ്റ് ചെയ്യണം. അതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യേണ്ട, അതിൽ ഓൾറെഡി ഇനീഷ്യലൈസ് ചെയ്യേണ്ട വാല്യൂവിന്റെ കാര്യത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ മാർക്ക്. അതായത് അത് അൺഇനീഷ്യലൈസ്ഡ് ആയിരിക്കും. നമ്മൾ എന്ത് മാത്രമേ ചെയ്യുന്നുള്ളൂ? ഡിക്ലറേഷൻ മാത്രമേ നടത്തുന്നുള്ളൂ, ഇനീഷ്യലൈസേഷൻ ചെയ്യുന്നില്ല എന്നർത്ഥം. ഓക്കെ, ഇത് ഏതിലും വരാല്ലേ, ബൈറ്റിലും മാത്രമൊന്നുമില്ല, DWയിലും വരാം. ഇനി ഒരു എക്സാമ്പിൾ അവിടെ ഡ്യൂപ്പ് എന്ന് പറയുന്ന സാധനം അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട് എടുത്തിട്ടതാണ്. നെക്സ്റ്റ് വൺ DW എന്ന് പറഞ്ഞാല് എന്താ? ഡിഫൈൻ വേർഡ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു 16 ബിറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഡയറക്റ്റ്ലി യൂസ് ടു ഡിഫൈൻ എ വേരിയബിൾ ഓഫ് ടൈപ്പ് വേർഡ്. ഇതൊരു ഡിക്ലറേഷൻ ആണ് DW വെച്ചിട്ടുള്ളത്. EXP1ലേക്ക് നമുക്ക് ഇത്രയും വേർഡ് ഓഫ് ഡാറ്റനെ സ്റ്റോർ ചെയ്യണം. എത്ര വേർഡ് അലോക്കേറ്റ് ചെയ്യും? 1 2 3 വേർഡ് മെമ്മറി അലോക്കേറ്റ് ചെയ്യും. അതിനെല്ലാം ഇത് വെച്ചിട്ട് ഇനിഷ്യലൈസ് ചെയ്ത് കൊടുക്കും. ഇവിടെ ഇതാ നേരത്തെ പറഞ്ഞ ഡ്യൂപ്പ് കിടക്കുന്നു. എന്താ? STOR1 DW 100 ഡ്യൂപ്പ് 0 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താ നിങ്ങൾ പറഞ്ഞേ? 100 ലൊക്കേഷൻ 0 ആയി. 100 എന്ത് ലൊക്കേഷൻസ്? 100
വേർഡ് ലൊക്കേഷൻസ്. ഓരോ ലൊക്കേഷനും എന്ത് സ്റ്റോർ ചെയ്യാൻ അർത്ഥം? ഒരു വേർഡ് ഓഫ് ഡാറ്റനെ സ്റ്റോർ ചെയ്യാം. ദാറ്റ് ഈസ് 16 ബിറ്റ് ഓഫ് ഡാറ്റനെ സ്റ്റോർ ചെയ്യാം. 16 ബിറ്റ് ഓഫ് ഡാറ്റനെ സ്റ്റോർ ചെയ്യാൻ പറ്റിയ 100 ലൊക്കേഷൻസ് ഉണ്ടാക്കി. ഇനിയോ ഇനി എന്താ വേണ്ടേ? ഗ്രൂപ്പ് ഓഫ്, നേരത്തെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് ഇവിടെ 0 എടുക്കുന്നുണ്ട്. ഇനീഷ്യലൈസ് ചെയ്യും. ആ 100 മെമ്മറി ലൊക്കേഷൻസും 100 വേർഡ് മെമ്മറി ലൊക്കേഷൻസും എന്ത് ചെയ്യും? 0 വെച്ചിട്ട് ഇനീഷ്യലൈസ് ചെയ്തു. ആദ്യം തന്നെ അതിൽ എന്ത് വെച്ചിരിക്കും? 0 സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, ആ അറേയുടെ പേരെന്താണ്? str1 ആണ് അല്ലെ. 100 വേർഡ് മെമ്മറി ലൊക്കേഷൻസ് ഉണ്ട്, എല്ലാത്തിനും 0 എന്ന് വെച്ച് ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. അതിനെ നമുക്ക് എന്ത് പറയാം? str1 എന്നുള്ള പേരിട്ടിട്ട് പറയാം. അയ്യോ, ഇതില്ല. ഇത് രണ്ടും നമ്മൾ യൂസ് ചെയ്യുന്ന യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള വേരിയബിൾ ആണ്, ലേബൽ ആണ്. ഇതിനിവിടെ ഇമ്പോർട്ടൻസ് ഇല്ല. ഇത് ഞാൻ കൊടുക്കുന്ന അറേയുടെ പേരാണ്. നമുക്കത് ഇഷ്ടമുള്ള യൂസ് ചെയ്യാം. ഇതാണ് നമ്മളുടെ അസംബ്ലർ ഡയറക്ടറി. ഇത് മാറ്റാൻ പാടില്ല. ഓക്കെ. ഇനി അടുത്തതാണ് ഡിഫൈൻ ഡബിൾ വേർഡ്. അപ്പൊ നേരത്തെ നമ്മള് ബൈറ്റ് പറഞ്ഞു, DB എന്ന് പറഞ്ഞ 8 ബിറ്റ്. ഡബിൾ വേർഡ് എന്ന് പറയുമ്പോ എത്ര വരും? 32 ബിറ്റ് അല്ലെ. രണ്ട് വേർഡ് എന്ന് പറഞ്ഞാൽ 16 + 16 32. എത്ര ബൈറ്റ്? 4 ബൈറ്റ്. 4 ബൈറ്റ് അല്ലെ. 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത 4 ബൈറ്റ്. അപ്പൊ 4 ബൈറ്റ് ഓഫ് മെമ്മറിയാണ് ഇവിടെ അലോക്കേറ്റ് ചെയ്തത്. ഞാൻ MEMDD10 ഇങ്ങനെ ഡാറ്റ കൊടുത്താൽ എന്ത് ചെയ്യും? ഇതിന്റെ ബാക്കി ഇവിടെ 0 വെച്ചിട്ട് അവര് ഇനീഷ്യലൈസ് ചെയ്ത് വെച്ചിരുന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം ബ്ലാങ്ക് ആയി കിടക്കുന്നുണ്ട്. ഇത്രയാണ് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ അല്ലെ. ഈ ഒരു സാധനത്തിന് മുന്നിലല്ലേ നമ്മൾ 0 ഇട്ടുക. LSB. ഓക്കെ, നെക്സ്റ്റ് ഡിഫൈൻ ക്വാഡ് വേർഡ്സ്. ക്വാഡ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ എത്ര വേർഡ്സ്? നേരത്തെ ഡബിൾ വേർഡിൽ 2 വേർഡ്സ്. ക്വാഡ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ ക്വാഡ് എന്ന് പറയുന്നത് 4 വേർഡ്സ്. അപ്പൊ എത്ര ബൈറ്റ് ഓഫ് മെമ്മറി? 64. എത്ര ബൈറ്റ് ഓഫ് മെമ്മറി? 8 ബൈറ്റ് ഓഫ് മെമ്മറി. ടോട്ടൽ 64. 8 മെമ്മറി ഓഫ് മെമ്മറി. ഓക്കെ 64 ബിറ്റ്. ദെൻ DT എന്തായിരിക്കും? ഡിഫൈൻ 10 ബൈറ്റ്. അപ്പൊ എത്ര ടോട്ടൽ? 10 ബൈറ്റ്. ടോട്ടൽ 80 ബിറ്റ് ഓഫ് 10 ബൈറ്റ് 80 ബിറ്റ്. 10 ബൈറ്റ് അതാ 8 ബിറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയും ഡിഫൈൻ ഡബിൾ DD. ഡിഫൈൻ കിടക്കുന്നത്. കാരണം എന്താണ് ആ പേരിനെ റെഫർ ചെയ്യുന്നത്? അതിന്റെ ഫസ്റ്റ് ലെറ്റർ ആണ് കൂട്ടിച്ചേർക്കുന്നത്. ഡിഫൈൻ ഓക്കെ എല്ലാത്തിനും ഉള്ളത്, അതുകൊണ്ട് D എല്ലാത്തിനും ഫിക്സഡ് ആണ്. ബൈറ്റ് ആണോ? അതാണ് B വന്നത്. വേർഡ് ആണെങ്കിൽ W വന്നു. ഡബിൾ വേർഡിന്റെ D ആണ് രണ്ടാമത്തെ D. ഓക്കെ, പിന്നെ ക്വാഡ് വേർഡ് Q, പിന്നെ വരുന്നത് 10 ബൈറ്റ്സ് T. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് പ്രൊസീജിയർ. പ്രൊസീജിയറിനെ കാണിക്കാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്ന അസംബ്ലർ ഡയറക്ടറിയിൽ എന്ത് മാത്രമേ ഉള്ളൂ? PROC മാത്രമേ ഉള്ളൂ. PROC. ഇനി അതിൽ തന്നെ വരുന്ന 2 കാര്യങ്ങളാണ് ഫാറും നിയറും. ഒന്ന് മൈക്രോവേവ് ചെയ്തേ, നിങ്ങള് 64 കിലോബൈറ്റ്സ് ഉള്ള ഓരോ സെഗ്മെന്റ്. ആളില്ല ഇവിടെ. ആ ഒരു സെഗ്മെന്റിൽ നിങ്ങൾ നിൽക്കുവാണെങ്കിൽ ആ സെഗ്മെന്റിനുള്ളിൽ തന്നെയുള്ള ഒരു പ്രൊസീജിയറിനെ കോൾ ചെയ്യുമ്പോൾ അതിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്തത്? ഉള്ളിൽ തന്നെയുള്ള കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? നിയർ എന്ന് പറയുന്ന ടേം യൂസ് ചെയ്യുന്നത്. ഇനി അതെല്ലാം 2 ഡിഫറെന്റ് സെഗ്മെന്റ്സ്
വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. വേറൊരു പ്രൊസീജിയറിന് ഓക്കെ ആണോ? ഇപ്പൊ ഓക്കെ ആണോ? സാർ ഇപ്പൊ ഓക്കെ ആണോ? ഇപ്പൊ പ്രൊസീജിയറിന്റെ സ്റ്റാർട്ടിങ് കാണിക്കാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്ന അസംബ്ലി ഡയറക്റ്റീവ് ആണ് PROC. ഇനി പ്രൊസീജിയറിൽ നമുക്ക് എന്ത് എഴുതാം? ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇതിനെ സെഗ്മെന്റ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഒരു സെഗ്മെന്റിൽ നിന്നുകൊണ്ട് 64 കിലോബൈറ്റ്സ് ഉള്ള ഓരോ സെഗ്മെന്റ്സ് ഉണ്ടാവും. നമുക്ക് ഈ ഒരു സെഗ്മെന്റിൽ നിന്നുകൊണ്ട് വേറൊരു സെഗ്മെന്റിലുള്ള പ്രൊസീജിയറിനെയാണ് കോൾ ചെയ്യേണ്ടതെങ്കിൽ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടേം ആണ് ഇത് ഫാർ, ദൂരത്തുള്ള. റുട്ടീൻ പ്രൊസീജിയർ ഫാർ എന്ന് എഴുതിയാല് അതിന്റെ അർത്ഥം എന്താ? റുട്ടീൻ പ്രൊസീജിയർ ടു ബി കോൾഡ് ബൈ എ പ്രോഗ്രാം ലൊക്കേറ്റഡ് ഇൻ ഡിഫറെന്റ് സെഗ്മെന്റ്. ഈ ഒരു പ്രൊസീജിയർ ഇപ്പൊ ഞാൻ ഇവിടെ എഴുതി വെക്കുന്നു, റുട്ടീൻ പ്രൊസീജിയർ ഫാർ എന്ന് എഴുതിയാലേ ഈ ഒരു പ്രൊസീജിയർ ഇതിന്റെ ഉള്ളിലാണ് ഞാൻ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നെങ്കിൽ ഇതിന് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു പ്രൊസീജിയറിന് ഈ ഒരു സെഗ്മെന്റിലുള്ള ആളല്ല കോൾ ചെയ്യേണ്ടത്. എന്ത് വേണം? വേറൊരു സെഗ്മെന്റിലുള്ള ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോഡിനെ എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ കോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അതേ സ്ഥാനത്ത് ഇവിടെ നിയർ ആണ് ഉള്ളതെങ്കിലോ ഇതിന്റെ അർത്ഥം എന്താ? ഈ ഒരു സെഗ്മെന്റിലുള്ള കോഡിന് മാത്രമേ ഇതിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഫാർ എന്ന് പറയുന്നത് എന്തിനെ കാണിക്കുന്നു? ഇൻട്രാ സെഗ്മെന്റ് ഇന്റർ സെഗ്മെന്റ് കോളിനെയാണ് കാണിക്കുന്നത്. ഫാർ എന്ന് പറയുന്നത് ഇന്റർ സെഗ്മെന്റ്, ഇതാ ടേം ഇതാ, ഇന്റർ സെഗ്മെന്റ് കോളിനെയാണ് കാണിക്കുന്നത്. രണ്ട് സെഗ്മെന്റ്സിന്റെ ഉള്ളിൽ വരുന്ന രണ്ട് സെഗ്മെന്റ്സ് തമ്മിലുള്ള കോളിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഇന്റർ മീൻസ് ഫാർ യൂസ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ പറയുന്നത്? ബ്രേക്ക് ഉണ്ടോ? അക്ഷയ് സാറ് നല്ല ബുദ്ധിമുട്ടുണ്ടോ? നിയർ തൊട്ട് നമ്മളെ പറഞ്ഞു. പറഞ്ഞത് ഇത് ഞാൻ ഒന്നും കൂടി പറഞ്ഞത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. സെഗ്മെന്റ്സ് ആയിട്ടാണ് നമ്മളെ ഇതിൽ വരുന്നത് അല്ലെ? 64 ബൈറ്റ്സ് വീതമുള്ള സെഗ്മെന്റ്സ്. ഞാനിവിടെ ഒരു പ്രൊസീജിയർ ചെയ്യുന്നു, റുട്ടീൻ പ്രൊസീജിയർ ഫാർ എന്ന് എഴുതുന്നു. ഈ ഒരു സെഗ്മെന്റിന്റെ ഉള്ളിൽ ഇങ്ങനെ എഴുതിയാൽ ഇതിന്റെ അർത്ഥം എന്നാ? ഇതിലുള്ള ഒരു കോഡും ഇതിനെ വിളിച്ചിട്ട് കാര്യമില്ല. വേറൊരു സെഗ്മെന്റിലുള്ള ആൾക്കാർ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? ഇതിനെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഈ ഒരു പ്രൊസീജിയർ ടു ബി കോൾഡ് ബൈ എ പ്രോഗ്രാം ലൊക്കേറ്റഡ് ഇൻ ഡിഫറെന്റ് സെഗ്മെന്റ്. പാർന്ന് കൊടുത്താൽ ഈ ഒരു പ്രൊസീജിയർ ആര് മാത്രമേ വിളിക്കാൻ പാടുള്ളൂ? വേറൊരു സെഗ്മെന്റിലുള്ള പ്രോഗ്രാം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഇതിനെ വിളിക്കാൻ പാടുള്ളൂ എന്നർത്ഥം. ഇനി അതെല്ലാം ഫാറിന് പകരം ഇവിടെ നിയർ ആണ് ഉള്ളതെങ്കിൽ ഇതിന്റെ അർത്ഥം എന്താ? വേറൊരു സെഗ്മെന്റിൽ നിന്ന് ഇങ്ങോട്ട് വിളിക്കാൻ പാടില്ല. ഇയാൾ വിളിച്ചാൽ കിട്ടില്ല. ആർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ? ഈ ഒരു സെഗ്മെന്റിൽ 64 കിലോബൈറ്റ് മെമ്മറിക്കുള്ളിലുള്ള ഒരു കോഡിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? ഇതിനെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ ആണോ? ഓക്കെ. നമുക്ക് ഇവിടെ ഓർത്ത് വെക്കേണ്ട ടേം ഇന്റർ സെഗ്മെന്റ് ആണെങ്കിൽ, ഇന്റർ എന്ന് പറഞ്ഞാൽ രണ്ട് ഡിഫറെന്റ് സെഗ്മെന്റ്സ്, അത് ഓർത്ത് വെക്കാം. അതാണെങ്കിൽ ഏത്? ഫാർ. ഇൻട്രാ എ ആണെങ്കിൽ, ഇൻട്രാ ആണെങ്കിൽ വിത്തിൻ എ സെഗ്മെന്റ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിയർ ആണ് യൂസ് ചെയ്യേണ്ടത്. പ്രൊസീജിയറിന്റെ സ്റ്റാർട്ടിങ് കാണിക്കാൻ വേണ്ടിയിട്ട് PROC എന്ന് പറയുന്ന അസംബ്ലർ ഡയറക്റ്റീവ്, പ്രൊസീജിയറിന്റെ എൻഡ് കാണിക്കാൻ വേണ്ടിയിട്ട് NP. നേരത്തെ പ്രോഗ്രാമിന്റെ എൻഡ് ആണെങ്കിൽ എന്തേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? എൻഡ് മാത്രമാണേ. P ഫോർ പ്രൊസീജിയർ ആണ്. എൻഡ് P ആണെങ്കിൽ പ്രൊസീജിയർ ആണ്. ഓക്കെ, മാറരുത്. പ്രോഗ്രാമിന് എൻഡ് മാത്രമേ ഉള്ളൂ, പ്രൊസീജിയറിനാണ് P കിടക്കുന്നത്. ഓക്കെ അല്ലേ? ഇതാണ് നമ്മുടെ എക്സാമ്പിൾ. സബ് 32 പ്രൊസീജിയർ നിയർ എന്ന് പറഞ്ഞാൽ ഇവിടെ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാവും. ഈ സ്റ്റേറ്റ്മെന്റ്സിലുള്ള ഇതൊരു സെഗ്മെന്റ് ആണെങ്കിൽ ഈ സെഗ്മെന്റിലുള്ള ഒരാൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ കോൾ ചെയ്യാൻ പറ്റുള്ളൂ. പ്രൊസീജിയറിന് വേണ്ടിയിട്ട് നമ്മൾ PROC എന്ന് പറയുന്ന അസംബ്ലർ ഡയറക്റ്റീവും എൻഡ് കാണിക്കാൻ വേണ്ടിയിട്ട് NP എന്ന് പറയുന്ന അസംബ്ലർ ഡയറക്റ്റീവും, നിയർ ആണ് ഈ ഒരു
ഇതിലാണ് ഇതിന്റെ ആക്സസ് കാണിക്കാൻ വേണ്ടിയിട്ട് നിയർ എന്ന് പറയുന്ന അസംബ്ലർ ഡയറക്റ്റീവ് യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ സെഗ്മെന്റ്. ഓരോ സെഗ്മെന്റും ഡിഫൈൻ ചെയ്യുമ്പോൾ ഇപ്പൊ ഡാറ്റ സെഗ്മെന്റ് ആണെങ്കിൽ കോഡ് സെഗ്മെന്റ് ആണ്, ഡാറ്റ സെഗ്മെന്റ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, സെഗ്മെന്റ് സ്റ്റാർട്ടിങ് കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് സെഗ്മെന്റ് എന്ന് പറയുന്ന ടേം യൂസ് ചെയ്യുന്നു. എൻഡ് കാണിക്കാൻ വേണ്ടിയിട്ട് സെഗ്മെന്റിന്റെ എൻഡ് ആണെങ്കിൽ എൻഡ് എസ് ആണ്. പ്രൊസീജിയറിന്റെ എൻഡ് ആണെങ്കിൽ എൻ പി ആയിരുന്നുവെങ്കിൽ സെഗ്മെന്റിന്റെ എൻഡ് ആണെങ്കിൽ എന്താണ് എൻഡ് എസ് ആണ്. ഓക്കെ, ഈ സെഗ്മെന്റിന്റെ ഉള്ളിൽ വരുന്ന സാധനം എന്ന് പറയുന്നത് എന്താണ്, ഇതിന്റെ പാർട്ടായിട്ടുള്ള നമ്മളുടെ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് ഇതിന്റെ ഉള്ളിൽ വരുന്ന സെഗ്മെന്റ്സിന്റെ ഉള്ളിൽ വരിക. ഈവൺ എന്ന് പറയുന്ന അസംബ്ലർ ഡയറക്റ്റീവ് യൂസ് ചെയ്യുന്നത് നമ്മളുടെ ഡാറ്റയുടെ ലൊക്കേഷൻ പോയിന്റർ ഒരു ഈവൺ അഡ്രസ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ഈവൺ എന്ന് പറയുന്ന അസംബ്ലർ ഡയറക്റ്റീവ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഇൻഫോം ദ അസംബ്ലർ ടു അലൈൻ ദ ഡാറ്റ ബിഗിനിങ് ഫ്രം എൻ ഈവൺ അഡ്രസ്. നമ്മൾ ഇനി അങ്ങോട്ട് യൂസ് ചെയ്യുന്ന ഡാറ്റ എല്ലാം ഒരു ഈവൺ അഡ്രസ്സിൽ നിന്ന് ബിഗിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ഈവൺ എന്ന് പറയുന്ന അസംബ്ലർ ഡയറക്റ്റീവ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഏതെങ്കിലും മെമ്മറി ലൊക്കേഷൻ ഓഡ് മെമ്മറി ലൊക്കേഷനാണ് തുടങ്ങുന്നതെങ്കിൽ നമുക്ക് 2 ബസ് സൈക്കിൾസ് ആവശ്യം വരും. അപ്പൊ കുറക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ഈവൺ എന്ന് പറയുന്ന അസംബ്ലർ ഡയറക്റ്റീവ് യൂസ് ചെയ്യുന്നത്. PTR എന്ന് പറയുന്നത് പോയിന്റർ ആണ്. അപ്പൊ ഈ ഒരു കേസിൽ ബൈ ഡിഫോൾട്ട് ഓഡ് ആണോ? എങ്ങനാ എന്താ ചോദിച്ചത്? ബൈ ഡിഫോൾട്ട് ഓഡ് ആണോ, ഓഡ് അഡ്രസ് ആണോ ഉണ്ടാവുക? എങ്ങനാ മനസ്സിലായില്ല. ബൈറ്റ് അല്ല മാം പറഞ്ഞില്ലേ നമുക്ക് ഈവൻ അഡ്രസ്സിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈവൻ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലേ? ആ, അപ്പൊ അത് ബൈ ഡിഫോൾട്ട് ഓഡ് ആണോ ഉണ്ടാവുക? ബൈ ഡിഫോൾട്ട് സാധാരണ, കാരണം എവിടെ വെച്ചാണ് സ്റ്റോപ്പ് ചെയ്യുന്നത് അവിടെ തൊട്ടല്ലേ സാധാരണ ഇത് ചെയ്യാറ്. കാരണം ഞാൻ പറയട്ടെ, ഈ 00 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിലാണെങ്കിൽ നമ്മളൊരു വേർഡിനൊക്കെ ആക്സസ് ചെയ്യുമ്പം ഇവിടെ തൊട്ട് നെക്സ്റ്റ് വേർഡും കൂടെ ആക്സസ് ചെയ്യപ്പെടും. ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഈ വണ്ടി യൂസ് ചെയ്യുന്നത്. ഇനി അല്ലെങ്കിൽ ഈ ഒരു വേർഡിന്റെ ഈ ഒരു പാർട്ട് എടുത്തു കഴിഞ്ഞു അടുത്ത ആൾ ആക്സസ് ചെയ്യും, പിന്നെയും നമ്മളൊരു മെമ്മറി സൈക്കിൾ യൂസ് ചെയ്യേണ്ടി വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത്, ഇത് ശരിക്കും അത് ഒഴിവാക്കൽ മീൻസ് അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈവൻ അഡ്രസ്സിലേക്ക് നമ്മൾ ചെയ്യുന്ന സാധനം സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് തുടങ്ങാൻ വേണ്ടിയിട്ട് ഓഡിലാക്ക് എടുക്കുന്നെങ്കിൽ ലാസ്റ്റ് ഇപ്പം അവസാനിച്ചത് ഓഡിലാണെങ്കിൽ നമ്മൾ ശരിക്കും ഓഡിലായിരുന്നു ചെയ്യേണ്ടതെങ്കിൽ ഈവൺ കൊടുത്താൽ എവിടത്തേക്ക് പോകും, തൊട്ടടുത്തുള്ള ഈവൺ അഡ്രസ്സിലേക്ക് പോയിട്ട് അവിടെ വെച്ച് സ്റ്റോറിങ് തുടങ്ങും. ഇനി പോയിന്റർ എന്ന് പറയുന്നത് PTR ആണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് വേണ്ട ഡാറ്റേന്റെ ടൈപ്പ് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, പോയിന്റർ യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു കേസിൽ ഇതെടുക്കാം, ഇതായിരിക്കും ബെസ്റ്റ് എക്സാമ്പിൾ. അപ്പൊ ഞാനിവിടെ വേർഡ് DW ഇങ്ങനെ ഒരു ഡാറ്റ സ്റ്റോർ ചെയ്ത് വെച്ചു അല്ലെ. ഇതിന്റെ അർത്ഥം എന്നാ 437യും 0B97 എന്ന് പറയുന്ന സാധനം വേർഡ് ആയിട്ട് സ്റ്റോർ ചെയ്തു. അതിന്റെ പേരാണ് ഇത് വേർഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ശരിക്കും ഇവിടെ ആക്സസ് ചെയ്യുകയാണെങ്കിൽ ഈ വേർഡ് ഓഫ് ഡാറ്റ കംപ്ലീറ്റ് ആയിട്ട് വരില്ലേ. ഞാൻ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ കൊടുത്തത് മൂവ് AL എന്നാണ് കൊടുത്തത്. ഇതിന്റെ ഡെസ്റ്റിനേഷൻ രജിസ്റ്ററിന്റെ സൈസ് AL ആണ്. AL എന്ന് പറഞ്ഞാൽ എന്ത് മാത്രമേ ഉള്ളൂ, 8 ബിറ്റേ വേണ്ടു. അപ്പൊ എനിക്ക് വരുന്ന ഡാറ്റ 8 ബിറ്റേ വേണ്ടു. അതിനെങ്ങനെ റെസ്ട്രിക്ട് ചെയ്യാം, അതിന് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, മെയിൻ ആയിട്ട് ഈ PTR എന്ന് പറയുന്ന സാധനം. അപ്പം ഈ വേർഡിലുള്ള സാധനത്തിന് വേർഡിന് അതിന് എന്താക്കി അതിൽ ഏത് മാത്രമേ വേണ്ടൂ, ബൈറ്റ് ലോവർ ബൈറ്റുള്ള സാധനത്തിനെ മാത്രം എടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ഈ PTRന്റെ കൂടെ എന്തും കൂടെ നമുക്ക് സ്പെസിഫൈ ചെയ്യാം, അതിന്റെ സൈസും കൂടെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ദിസ് ഡയറക്റ്റീവ് ഷോസ് ദ ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ സൈസ് ഓഫ് ദ ഓപ്പറൻഡ്. നമുക്ക് സൈസ് എക്സ്പ്ലിസിറ്റ്ലി സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യാം, പോയിന്റർ എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്യാം. ഓക്കെ, ഇനി അതല്ല വേറൊരു എക്സാമ്പിള് മൂവ് BX, വേർഡ് PTR 2000H എന്ന് കാണിച്ചാല് ഇത് എന്ത് ചെയ്യും, വേർഡിൽ എക്സ് ചെയ്യേണ്ടത്, വേർഡ് എക്സ് ചെയ്യണമെങ്കിൽ ആദ്യം 2000Hലുള്ള സാധനം എടുത്തിട്ട് 2000Hലുള്ള സാധനം എടുത്തിട്ട് BH ആണ് സോറി BHലേക്കും 2001ലുള്ള സാധനം എടുത്തിട്ട് എന്താ സംഭവിച്ചു 2000H2 2000Hലുള്ള സാധനം എടുത്തിട്ട് എവിടേക്ക് കൊടുത്തു, BLലേക്കും കൊടുത്തു.
2001 സാധനം എടുത്തിട്ട് ഏത് കൊടുത്തു, BH കൊടുക്കും. ഓക്കെ, നമ്മൾ സാധാരണ ചെയ്യുന്ന സാധനം. പക്ഷെ ഇവിടെ പോയിന്റ് ഈ മെമ്മറി ലൊക്കേഷനിലുള്ള ആ ഒരു മെമ്മറി ഇവിടെ 2000H എന്താണോ സ്റ്റോർ ചെയ്തിരിക്കുന്നത് അവിടെയുള്ള കണ്ടന്റ് അത് എടുത്തിട്ട് എങ്ങോട്ടേക്ക് അസൈൻ ചെയ്യും. ഇവിടെയാണ് നമുക്ക് അതിന്റെ ഡിഫറൻസ് മെയിൻ ആയിട്ട് മനസ്സിലാവാം. നമുക്ക് ഏറ്റവും ഉപകാരം എന്താ ഈ ഒരു കാര്യം. ഇതിലും സാധാരണ വരുന്ന എന്ന് പറയുന്ന യൂസ് ചെയ്യും. അടുത്തത് പബ്ലിക്. Public directive is used to provide a declaration to variables that are common for different program modules. Different program modules ആണ് different സെഗ്മെന്റ്സിൽ കിടക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഡിഫറെന്റ് പ്രോഗ്രാം മോഡ്യൂൾസ് എന്ന് പറയുന്നത്. അപ്പം ഡിഫറെന്റ് മോഡ്യൂൾസിലുള്ള ആൾക്കാരെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെഗ്മെന്റിലുണ്ട്, വേറൊരു S1 എന്ന് പറയുന്ന സെഗ്മെന്റും ഉണ്ട്, S2 എന്ന് പറയുന്ന സെഗ്മെന്റും ഉണ്ട്. അപ്പൊ എനിക്ക് എന്ത് വേണം, S2ന് S1ലുള്ള ഏതെങ്കിലും വേരിയബിൾസിനെ ആക്സസ് ചെയ്യണമെങ്കിൽ ഈ S1ലുള്ള വേരിയബിളിന് എന്തായിട്ട് കൊടുത്തിരിക്കണം, പബ്ലിക് ആയിട്ട് ഡിക്ലെയർ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, S2ന് ഇതിനെ ആക്സസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, പബ്ലിക് ആണ്. വേറൊരു മൊഡ്യൂൾസിന് ഏതെങ്കിലും പുറത്തുള്ള മൊഡ്യൂൾസിനെ ആക്സസ് ചെയ്യണമെങ്കിൽ അത് എന്തായിരിക്കണം, ആ വേരിയബിൾ പബ്ലിക് ആയിരിക്കണം. ഇതൊരു എക്സാമ്പിൾ ഇതാ, പബ്ലിക് ഡിവിസർ ഡിവിഡൻഡ്. These two variables are public, so these are available to all modules. എല്ലാ മൊഡ്യൂൾസിനും എന്തായിരിക്കും, അവൈലബിൾ ആയിരിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ വരുന്ന ഒരു സാധനമാണ് ഇത് എക്സ്റ്റേൺ. എക്സ്റ്റേണിന്റെ കീവേഡ് നോക്കിക്കോ, ഈ ഇല്ല കേട്ടോ, XTRNA ഉള്ളൂ. ഓക്കെ, ഈ എക്സ്റ്റേൺ കാണിക്കുന്നത് ഇവിടെ ഏതെങ്കിലും വേരിയബിൾ ഉണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു ഇയാൾക്ക് ഇതിനെ ആക്സസ് ചെയ്യാം, കാരണം വേറൊരു പുറത്തുനിന്നുള്ള ആളാണ്, ഇത് പബ്ലിക് ആയിട്ട് ഇതിനൊരു എക്സ് എന്ന് പറഞ്ഞ വേരിയബിളിനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് എന്താ ചെയ്യാം, ആക്സസ് ചെയ്യാം. ആക്സസ് ചെയ്യുമ്പോൾ ഇയാൾ എന്ത് യൂസ് ചെയ്യണം, പുറത്തുനിന്നുള്ള ആളാ ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടിട്ട് എക്സ്റ്റേൺ യൂസ് ചെയ്യണം. If an instruction in a module refers to a variable in another assembly module, ഹലോ കേൾക്കുന്നില്ലേ? Yes, miss. We can access that module by declaring as extern directive. അപ്പം പറഞ്ഞതാണ്, രണ്ട് മീൻസ് ഡിഫറെന്റ് മൊഡ്യൂളിലുള്ള ആൾക്കാരെ ആക്സസ് ചെയ്യണമെങ്കിൽ ആ വേരിയബിളിനെ എല്ലാ മൊഡ്യൂൾസിനും ഒരു വേരിയബിളിനെ ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു സെഗ്മെന്റിനുള്ളിൽ എഴുതുന്ന അല്ലെങ്കിൽ ഒരു മൊഡ്യൂളിന്റെ ഉള്ളിൽ എഴുതുന്ന വേരിയബിളിനെ എന്തായിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കണം, പബ്ലിക് എന്ന് ഡിക്ലെയർ ചെയ്തിരിക്കണം. അത് ആരാണോ അതിനെ യൂസ് ചെയ്യുന്നത് അയാൾ എന്ത് വെച്ചിട്ട് അതിനെ ആക്സസ് ചെയ്യണം, എക്സ്റ്റേൺ എന്ന് പറയുന്ന ഡയറക്റ്റീവ് യൂസ് ചെയ്തിട്ട് വേണം ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, പുറത്തുള്ള ആളാണ്, ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇത് പുറത്തുള്ള ആളാണ്, ഇയാള് പബ്ലിക്കിന് കൊടുക്കാൻ കാരണം ഇത് എല്ലാവർക്കും ഉള്ളതാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ പബ്ലിക്കിന് കൊടുക്കും. ഇത് ഞാൻ യൂസ് ചെയ്യുന്ന എന്റെ വിത്തിൻ എ സെഗ്മെന്റ് X2 എന്ന് പറയുന്ന സെഗ്മെന്റിനുള്ളിലുള്ള വേരിയബിൾ അല്ല, പുറത്തുള്ള വേരിയബിളിനെയാണ് ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടി, ലോക്കൽ അല്ല എക്സ്റ്റേൺ അല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എക്സ്റ്റേൺ എന്ന് പറയുന്ന XTRN എന്ന് പറയുന്ന അസംബ്ലർ ഡയറക്റ്റീവ് യൂസ് ചെയ്യുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയട്ടെ, ഒറിജിൻ നേരത്തെ നമ്മൾ പറഞ്ഞതാണ് സ്റ്റാർട്ടിങ് അഡ്രസ്. ഒരു വേറെ സെക്ഷൻ വരുമ്പോൾ അതിന്റെ ബിഗിനിങ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒറിജിൻ. ഇത് നമ്മൾ 8085 പറഞ്ഞ കാര്യമാണ്. നെക്സ്റ്റ് വൺ, ടൈപ്പ്. ടൈപ്പ് ഡയറക്ട്സ് ദ അസംബ്ലർ ടു ഡിസൈഡ് ദ ഡാറ്റ ടൈപ്പ് ഓഫ് ദ സ്പെസിഫൈഡ് ലേബൽ. ഇവിടെ ഒരു എക്സാമ്പിൾ ഇതാ, മൂവ് എക്സ് ടൈപ്പ് സ്ട്രിങ് കൊടുത്താൽ എന്ത് ചെയ്യും, ഈ സ്ട്രിങ് എന്ന് പറയുന്നതിന്റെ ടൈപ്പ് നോക്കും. സ്ട്രിങ് എന്താവാം, ബൈറ്റ് ആവാം, വേർഡ് ആവാം, എന്തോ ആവാം. അപ്പം ഒരു വേർഡ് ആണെങ്കിൽ അത് റിട്ടേൺ ചെയ്യാം. ടൈപ്പ് എടുത്താൽ കിട്ടുന്ന ഉത്തരം ഇത് ഡിനോട്ട് ചെയ്യുന്ന എത്ര ബൈറ്റ് ഓഫ് ഡാറ്റയാണ്. ഒരു വേർഡ് എന്ന് പറഞ്ഞാൽ 2 ബൈറ്റ് ഓഫ് ഡാറ്റയാണ്. ഇനി അത് ഡബിൾ വേർഡ് ആണെങ്കിൽ 4 ബൈറ്റ് ഓഫ് ഡാറ്റയാണ്. ഒരു ബൈറ്റ് ആണെങ്കിൽ എന്താ ആൻസർ വേണ്ടത്, ഒരു ബൈറ്റ് എത്ര ബൈറ്റ് ഓഫ് ഡാറ്റയാണ്, 1 ബൈറ്റ് ഓഫ് ഡാറ്റയാണ്. അപ്പം ഞാനിവിടെ ഈ സ്ട്രിങ്ങിനെ വേർഡ് ആയിട്ടാണ് അസൈൻ ചെയ്യുന്നത്, ആദ്യം ഡിക്ലെയർ ചെയ്തിരിക്കുന്ന വേർഡ് ആയിട്ടാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ കൊടുക്കുന്നു, നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ മൂവ് AX, ടൈപ്പ് സ്ട്രിങ് കൊടുത്താൽ എന്താ നോക്കുന്നേ, ഈ സ്ട്രിങ്ങിന്റെ ടൈപ്പ് ഏതാണ്, സ്ട്രിങ്ങിന്റെ ടൈപ്പ് ഏതാണ്, വേർഡ് ആണ്. സോ ഇതിന്റെ ഈ ഒരു ആക്ഷന്റെ ഉത്തരം എത്രയ്ക്ക്, ടൈപ്പ് ഓഫ് സ്ട്രിങ് കൊടുത്താൽ എത്ര ഉത്തരം വരിക, 2 ആണ് ആൻസർ വരിക. ഈ 2 എങ്ങോട്ടേക്ക് അസൈൻ ചെയ്യും, AXലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കും. ടൈപ്പ് എന്ന് പറയുന്നത് ഇതിന്റെ ഡാറ്റ ടൈപ്പിനെ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്.
ഇൻസ്റ്റെഡ് ഓഫ് ദിസ് ഞാൻ എഴുതുന്നത് DD എന്നാണ്. എന്താ ആൻസർ വരിക? ഇത് സ്ട്രിങ് ഞാൻ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് ഡബിൾ വേർഡ് ആയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ AXൽ എന്ത് വരും കണ്ടന്റ്? എത്ര വരും? 4 വരും. ഓക്കെ, ഇതിന്റെ ടൈപ്പ് എന്താന്നുള്ള കാര്യം റിട്രീവ് ചെയ്യും ടൈപ്പ് എന്ന് പറയുന്ന അസംബ്ലർ ഡയറക്റ്റീവ്. ഇവിടെ നമ്മൾ അതൊരു ഇൻസ്ട്രക്ഷന്റെ കൂടെ കൂട്ടിച്ചേർത്തു. നെക്സ്റ്റ് വൺ, ദ അസംബ്ലർ ഡയറക്റ്റീവ് വിച്ച് ആർ ടൈപ്പ് ഒന്നും കൂടെ പറയാമോ? ഒന്ന് പറയണം. ഓക്കെ. ടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ആ ലേബലിന്റെ ടൈപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഡാറ്റ ടൈപ്പ്. ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഏതൊക്കെ ഡാറ്റ ടൈപ്പ് ഉള്ള? ബൈറ്റ്, വേർഡ്, ഡബിൾ വേർഡ്, ക്വാഡ് വേർഡ്, അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ ഉള്ളത് അല്ലേ? അപ്പം എത്ര ബൈറ്റ് ഓഫ് ഡാറ്റ ഉണ്ട് എന്നാണ് 2, 4, 1 എന്നൊക്കെ കാണിച്ചത്. എത്ര ബൈറ്റ് ഓഫ് ഡാറ്റ ഉണ്ട്? വേർഡിൽ എത്ര ബൈറ്റ് ഓഫ് ഡാറ്റയാ? ഒരു വേർഡ് എന്ന് പറഞ്ഞാൽ 2 അല്ലേ? ഞാൻ ടൈപ്പ് എന്ന് കൊടുത്താൽ ഇത് വേർഡാന്ന് പറയുന്നതിന് പകരം 2 എന്നാണ് ഉത്തരം കാണിക്കുക. 2 എന്ന് കണ്ട അതിന്റെ അർത്ഥം എന്താണ്? 2 × 8 16. അതെന്താണ്? വേർഡാണ്. ഇനി എനിക്ക് ഉത്തരം കിട്ടുന്നത് 4 ആണ്. 4 എന്ന് പറഞ്ഞാൽ എന്താണ്? 4 ബൈറ്റ് ആണ് എന്റെ ഡാറ്റ. 4 ബൈറ്റ് എന്ന് പറഞ്ഞാൽ 4 × 8 32. 32 എന്ന് പറഞ്ഞാൽ എന്താ? ഡബിൾ വേർഡ് ആണ്. ഇനി 1 ആണ് എനിക്ക് ഉത്തരം കിട്ടി. ടൈപ്പ് ഓഫ് ഇന്നടുത്ത് 1 ഉത്തരം കിട്ടിയെന്നർത്ഥം 1 കിട്ടിയ 1 × 8 8 ആണ്. ദെൻ ഇസ് ബൈറ്റ് ആണ് അല്ലെ? അങ്ങനെ എടുക്കും. അപ്പൊ ഞാനിവിടെ ഇതൊരു പ്രോഗ്രാമിലുള്ള ഒരു ഇൻസ്ട്രക്ഷൻ മാത്രം എടുത്തല്ലേ. അപ്പൊ ഇനീഷ്യലി ഞാൻ ഡിക്ലെയർ ചെയ്തു ഇതിന് എന്താ DD സ്ട്രിങ് കൊടുത്തു എന്നായിരിക്കും. DD ആണ് സ്ട്രിങ്. DD സ്ട്രിങ് ആണെങ്കിൽ സ്ട്രിങ് എന്താണ്? ഡബിൾ വേർഡ് അല്ലേ? ഞാൻ ടൈപ്പ് ഓഫ് സ്ട്രിങ് കൊടുത്താൽ എന്താ പറയുന്നത്? സ്ട്രിങ്ങിന്റെ ടൈപ്പ് കണ്ടുപിടിച്ചു വാന്നാ പറയുന്നത്. സ്ട്രിങ്ങിന്റെ ടൈപ്പ് കണ്ടുപിടിച്ച എന്ത് കിട്ടും? എന്താ ഉത്തരം വേണ്ടേ? ഡബിൾ വേർഡ് എന്ത് കൊടുക്കും? അതിന് പകരം എന്താ റിട്ടേൺ ചെയ്ത്? വാല്യൂ 4. നമ്മളെ മൂവ് ആണ് ഇൻസ്ട്രക്ഷൻ. മൂവ് ആയതുകൊണ്ട് AXലേക്ക് എന്ത് വരും? 4 എന്ന് പറയുന്ന വാല്യൂ വരും. അത്ര തന്നെ. ഇവിടെ നമുക്ക് പഠിക്കേണ്ടത് ടൈപ്പ് എന്ന് പറയുന്ന സാധനം. ടൈപ്പ് എന്ന് പറയുന്ന അസംബ്ലർ ഡയറക്റ്റീവ് ഒരു സ്പെസിഫൈഡ് ലേബൽ, ഇതിന് ഇപ്പുറത്ത് കൊടുക്കുന്ന ലേബൽ, ടൈപ്പ് ഓഫ് ഒരു ലേബലാ കൊടുക്കുക. ആ ലേബലിന്റെ ടൈപ്പ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്, ഡാറ്റ ടൈപ്പ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അത്ര തന്നെ. ഓക്കെ, കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള 8086 വരുന്ന അസംബ്ലർ ഡയറക്റ്റീവ്സ്. ഓക്കെ, ദ അസംബ്ലർ ഡയറക്റ്റീവ് വിച്ച്, ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ വന്ന സാധനമല്ല, ഞാൻ അല്ലാതെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ബ്രഷപ്പ് ചെയ്യാന്നുള്ള രീതിയിൽ എടുത്തത് കേട്ടോ. ദ അസംബ്ലർ ഡയറക്റ്റീവ്സ് വിച്ച് ആർ ദ ഹിൻസ് യൂസിങ് some predefined alphabetical strings are given to assembler. Assembler directories എന്ന് പറഞ്ഞാൽ അസംബ്ലറിന് ഹിൻസ് ആയിട്ട് കൊടുക്കുന്ന ഹിൻസ് ആണ് അല്ലെ? അസംബ്ലറിന് ഹിൻസ് ആയിട്ട് കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇത് അസംബ്ലർ ഡയറക്ടറീസ് എന്ന് പറയുന്നത്. അപ്പം ആൻസർ അസംബ്ലർ. The directory used to inform the assembler the names of the logical segments to be assumed for different segments used in the program is. Segments ഇതാണ് assume ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. The directory that updates the location counter to the next even address while executing serial instruction. The directory that directs the assembler to start the memory allotment for a procedure segment, block or code from the declared address. ORG. ഏതാ? ORG അല്ലേ? ഒറിജിനേറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. The recurrence of the numerical values or constants in a program code is reduced by answer illotte. Reduced by B kandu. EQ. ഓക്കെ, കാരണം നമ്മള് എന്താ ഈ റിക്കറൻസ് വരുന്ന കേസിൽ ഒരു സ്ഥലത്ത് നമുക്ക് ഒരു വാല്യൂസ് 10 ഉണ്ട്. 10 ഉള്ള എല്ലായിടത്തും മാറ്റുന്നതിന് പകരം നമ്മൾ EQ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന ഈ ഒരു വേരിയബിൾ മാത്രം മാറ്റി കൊടുത്താൽ മതി. പിന്നെ എല്ലായിടത്തും അതേ ചേഞ്ച് യൂസ് ഉണ്ടാവും അല്ലെ? ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സാധാരണ വേരിയബിൾ എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്ന കൺസെപ്റ്റ്. ഓക്കെ, ഇത്രയാണ് ഉള്ളത്. അപ്പൊ നമ്മളെ ടോപ്പിക് അത് അവിടെ കഴിയുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ പറഞ്ഞ പോലെ ഈ മൈക്രോ കമ്പ്യൂട്ടറും അല്ലെങ്കിൽ അസംബ്ലി ലാംഗ്വേജ് ആയിട്ട് ബന്ധപ്പെട്ട വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ്, അതായത്
ആർക്കിടെക്ചർ പോർഷനിൽ നിന്നുകൊണ്ടല്ലോ UP എന്തായാലും നിങ്ങൾക്ക് വേറെ തന്നെ എടുക്കുന്നുണ്ട്. എന്തെങ്കിലും കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ നോക്കി തരാം കേട്ടോ. വേറെ നീ കണ്ടില്ല, ക്വസ്റ്റ്യൻസ് ഒന്നും കാണുന്നില്ല. പിന്നെ അവരങ്ങനെ വളരെ ഇതായിട്ട് പറഞ്ഞില്ല. അസംബ്ലി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് പ്രൊസന്റ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ അവിടെ വരുന്നുണ്ട്. ഞാൻ ജനറൽ ആയിട്ടുള്ള സാധനമാണ് എടുത്തത്. അസംബ്ലി ഡയറക്റ്റീവ് ആയ 8085 8086 എടുത്തിട്ടുണ്ട്. രണ്ടിൽ കോമൺ ഏകദേശം. ബാക്കി അങ്ങനെ ചോദിക്കാൻ ചാൻസ് ഇല്ല. നമുക്ക് മെയിൻ ആയിട്ട് 85ഉം 86ഉം ആണ് മെയിൻ ആയിട്ട് വരുന്നത്. ഓക്കെ, നമുക്ക് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം.